വീണ്ടും നമുക്ക് ഒരുമിച്ച് വരുവാൻ ദൈവം അനുവദിച്ചുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നു. Praise God, helping us all to be together once again. ഈ ലോകത്തിൽ ദൈവം സ്ഥാപിച്ച ഏറ്റവും ഉന്നതമായ ഒരു സ്ഥാപനമാണ് ഫാമിലി. And in this world, one of the first and the best institutions that God has established is the family. ഈ ഫാമിലിയെ തകർക്കാൻ വേണ്ടിയാണ് പിശാചിന്റെ ഏറ്റവും വലിയ ശ്രമം. And Satan wants to destroy this established institution. നിങ്ങൾക്കറിയാം എന്ന് ഞാൻ കരുതുകയാണ്. എവിടെല്ലാം പിശാച് ഫാമിലിയെ തകർക്കാൻ നോക്കിയിട്ടുണ്ടോ അവിടെല്ലാം ദൈവം ഇടപെട്ടിട്ടുണ്ട്. And wherever Satan has tried to destroy the family, there God has intervened. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ പിശാച് ആദ്യമായിട്ട് ആദാമിനെ ഹവ്വയും അറ്റാക്ക് ചെയ്യാനായിട്ട് ശ്രമിച്ചപ്പോൾ അവിടെ അവരെ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കുകയാണ്. And when Satan, we know how he tried to destroy the first family of Adam and Eve, and that God then sends them out of the Garden of Eden. 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ നോഹയും കുടുംബത്തെയും ഫാമിലി റിയൽ ഫാമിലിയെ നശിപ്പിക്കാനായിട്ട് ശ്രമിച്ചപ്പോൾ ദൈവം ജലപ്രളയം അയച്ച് അവരെ നശിപ്പിക്കുകയാണ്. In chapter 6 of Genesis, again we see how Satan tries to destroy the families on earth, and then God destroys all the earth with a flood. 11-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ആ ടവർ ഓഫ് ബാബേൽ എന്ന് പറയുന്നതും ഫാമിലിയെ നശിപ്പിക്കാനായിട്ട് അവർ ഒരുമിച്ചിരിക്കാനായിട്ട് മനുഷ്യൻ ആഗ്രഹിച്ചു. ദൈവം ഡിസ്പേഴ്സ് ചെയ്യാനായിട്ട് ആഗ്രഹിച്ചപ്പോൾ അവർ ഒരുമിച്ചിരിക്കുക എന്നുള്ള തത്വം വന്നു. ദൈവം ഇടപെട്ടത് കാണാനായിട്ട് സാധിക്കും. And even in chapter 11, during the Tower of Babel, when God told them to spread out and to multiply, they wanted to be together at one place and make a name for themselves. There also God intervened. അപ്പോൾ കുടുംബം എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു പാർട്ടാണ്. So family is the most important institution. ഇപ്പം ഞാൻ രണ്ടാമത്തെ സെഷനിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ചെറിയ ചോദ്യം. So a question before we proceed. ഇതിന് ഉത്തരം നിങ്ങൾ പറയരുത്, നിങ്ങളുടെ മനസ്സിൽ മാത്രം. And you don't have to answer it loud, just think. നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ നിങ്ങൾ സന്തോഷമുള്ളവരാണോ? Are you happy in your family life? പുറത്ത് ഉത്തരം പറയണ്ട. Don't answer in loudly. Ask yourself, are you happy in your family life? Are you happy in your family life? Okay. നമ്മുടെ രണ്ടാമത്തെ സെഷനിലേക്ക് പോവാം. Okay, let's go to the second session. എന്തിനാണ് ദൈവം നമ്മളെ ഒരുമിപ്പിച്ചത്? Why did God make us join together? ഇതൊരു തിങ്കിങ് ക്വസ്റ്റ്യൻ ആണ്. It is also a question to think about. നമ്മൾ ആരെങ്കിലും ആകസ്മികമായിട്ട് ഒന്നിച്ച ആളുകളാണോ? Did we just happen to meet by chance and come together? ചിറ്റേഴത്ത് കുടുംബത്തിൽ പിറന്ന ജോസ് ചാൻ കുറേ ദൂരെ മൂവാറ്റുപുഴയിൽ നിന്ന് കല്യാണം കഴിച്ചു. And പുതുപ്പള്ളിയിൽ നിന്ന് കല്യാണം കഴിച്ചു. അതെ, Joe's uncle traveled a long distance to get Anita aunty. കാരണം ഞങ്ങൾ വളരെ അടുത്ത സ്ഥലക്കാരാണ് നാട്ടിൽ. We are close by in Kerala. എനിക്ക് അവരുടെ ഫാമിലി എല്ലാം അറിയാം, അവർക്ക് ഞങ്ങളെ അറിയാം. We know their family as well. നമ്മൾ ജയ്പൂർ ഇടുന്ന ആൾ രാജസ്ഥാനിൽ നിന്ന് പോയി, രാജസ്ഥാനിൽ തന്നെ ഡിഫറെൻറ്റ് സ്ഥലമാണെങ്കിലും വിവാഹം കഴിച്ചു. ഇതൊരിക്കലും ആകസ്മികമായിട്ട് സംഭവിച്ചതല്ല. All of these things don't just happen by chance. ഞാൻ വിവാഹ പ്രായമെത്തി ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ വൈഫിനെ തേടി ഓൾമോസ്റ്റ് 75-80 കിലോമീറ്റേഴ്സ് ഒക്കെ യാത്ര ചെയ്തു. And when I was of marriageable age, I traveled around 75-80 kilometers to see the girl. പക്ഷേ എൻ്റെ ഭാര്യ കിടന്നത് 5 കിലോമീറ്റർ അപ്പുറത്താണ്. But my wife was just 5 kilometers away from my home. ചിന്തിച്ചിട്ട് പോലും ഇല്ല. I didn't think about it also. എന്തുകൊണ്ടാണ് ദൈവം ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ട് ആളുകളെ യോജിപ്പിച്ചിരിക്കുന്നത്? Why does God join so different people together? ബിക്കോസ് നമുക്കൊരു വലിയ ദൗത്യമാണ്. Because we have a great responsibility. ആസ് എ ഫാമിലി, ഒരു കുടുംബം എന്നുള്ള നിലയിൽ നമുക്ക് വലിയൊരു ലക്ഷ്യമുണ്ട്. As a family, there is a great purpose for what God has joined. ഞങ്ങളുടെ ചർച്ചിൽ നിന്ന് 14 വിവാഹങ്ങൾ നടന്നു. In our church, around 14 marriages have taken place. ഈ 14 ഫാമിലിയെ ഞാൻ 1 മാസം കണ്ടിന്യൂസ് കൗൺസിലിംഗ് കൊടുത്തിട്ടാണ് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിപ്പിച്ചത്. And before their marriage, each of them I have counseled for a month before they entered into married life. സൂം അവൈലബിൾ ആയതുകൊണ്ട് സൂമിൽ 2 പേരെയും
പേഴ്സണലി സംസാരിച്ചു, ഫാമിലിയോട് സംസാരിച്ചു, എന്നിട്ടാണ് ഈ വിവാഹം മുമ്പോട്ട് നയിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്തത്. And because using the technology of communication, I was able to personally counsel both the husband and the wife before the marriage, and then only they went into that. എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? Why do we do this? ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളുടെയും കുടുംബത്തിൽ എന്താണ് ഒരു മിഷണൽ കുടുംബം എന്ന് പറയുന്നത്? In your own family, what is the mission of the family? ഞാൻ ഇങ്ങനെ അതിനെ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുകയാണ്. മിഷണൽ കുടുംബം എന്ന് പറഞ്ഞാൽ സ്വന്തം വീട്ടിനകത്തും പുറത്തും ദൈവത്തിന്റെ ദൗത്യം നിറവേറ്റുന്ന ഒരു കുടുംബമാണ്. So missional family, I have defined it like this. It's a family that lives out God's mission in their own home and also outside. ദൈവത്തിന്റെ ഹിതം എങ്ങനെ മനസ്സിലാക്കാം? How do we know what is God's will? ഇപ്പൊ എൻ്റെ മോള് വിവാഹപ്രായം എത്തിയെന്ന് ഞാൻ പറഞ്ഞു. And my daughter has reached marriageable age. അപ്പോൾ ഒരു പ്രപ്പോസൽ വന്നു. A proposal came. അപ്പോൾ എന്നോട് ചോദിച്ചു, ഡാഡി എങ്ങനെയാണ് അതിനകത്ത് അവരോട് സംസാരിക്കുന്നത്? So she asked me, what do we talk? ഞങ്ങൾ നേരത്തെ ഇതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചിട്ടുണ്ടെങ്കിലും ഫസ്റ്റ് ഒരു അറ്റംപ്റ്റ് ആയതുകൊണ്ട് അവർക്ക് ഭയങ്കര ഒരു വെപ്രാളം. And we have talked about this before also, but because this was the first thing, there was a little panic. അപ്പോൾ ഞങ്ങളുടെ ചർച്ചിൽ ഞാൻ ഈ പഠന MA കഴിഞ്ഞതിന് ശേഷം ഞങ്ങളുടെ ചർച്ചിൽ ഒരു എൽഡേഴ്സുമായിട്ട് ചേർന്ന് ഞങ്ങളൊരു ഡിസിഷൻ എടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്. And after discussing with the elders of the church, this is what we decided. ഒരു പ്രപ്പോസൽ വന്നു കഴിഞ്ഞാൽ ആദ്യം സംസാരിക്കുന്നത് പേരൻസ് തമ്മിലായിരിക്കും. If a proposal comes for marriage, the first conversation happens between the parents. പേരൻസ് തമ്മിൽ മുമ്പോട്ട് പോകാം എന്നൊരു ധാരണ എത്തിയാൽ നെക്സ്റ്റ് ആ പെൺകുട്ടിയും ആ യുവാവും തമ്മിലുള്ളൊരു ഫോൺ കോൾ ആയിരിക്കും. And if the parents meet each other and they reach a conclusion that this can proceed, then the boy and the girl, they are allowed to talk to each other. കാരണം കുടുംബങ്ങൾ തമ്മിൽ ഓക്കെ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അവർ തമ്മിൽ ഓക്കെ ആണോ ഇല്ലയോ എന്ന് അറിയണമല്ലോ. Once the parents are okay, then the future husband and wife, they also need to be okay. അപ്പോൾ അവർ തമ്മിൽ ആദ്യം ഒരു കോൾ ചെയ്യും. They will have a conversation. അത് കഴിഞ്ഞിട്ട് അവരുടെ ഇഷ്ടങ്ങളും അവരുടെ പ്രയോറിറ്റീസും കൺസേൺസ് ഒക്കെ പരസ്പരം ഷെയർ ചെയ്യും. And they will share with each other about their life dreams and their priorities. മൂന്നാമത് ഒരു കുടുംബങ്ങൾ തമ്മിലൊരു വീഡിയോ കോൾ ചെയ്യും. Then there will be a video call between the two families. എന്നിട്ട് തീരുമാനിക്കും ഇത് മുമ്പോട്ട് പോകണോ വേണ്ടയോ. And then they would decide whether to go ahead or not. ഇന്ന് വിവാഹങ്ങൾ പലതും പരാജയപ്പെടുകയാണ്. Today, many marriages are failing. കാരണം ഒന്നാമത് ലവ് മാരേജ് ആണ് കാരണം. One reason is that it starts with a love marriage. സെക്കൻഡ് വൺ ഈസ് അറേഞ്ച്ഡ് മാരേജ്. Second, arranged marriage. ഇത് രണ്ടും തെറ്റാണ്. Both of these approaches are wrong. ലവ് മാരേജും തെറ്റാണ്, Both love marriage അറേഞ്ച്ഡ് മാരേജും തെറ്റാണ്. and arranged marriage, both are wrong. അയ്യോ, അപ്പോൾ അറേഞ്ച്ഡ് മാരേജ് എന്താണെന്നുള്ളത് ഞാൻ പറയാം. So what is arranged marriage? വീട്ടുകാർ തമ്മിൽ കണ്ട് ഇഷ്ടപ്പെട്ട അവരുടെ കൺസെന്റ്, പെൺകുട്ടിയുടെയും ബോയുടെയും കൺസെന്റ് ഇല്ലാതെ അവരുടെ ഇഷ്ടം അനുസരിച്ച് മുമ്പോട്ട് പോകുന്നതിനെയാണ് അറേഞ്ച്ഡ് മാരേജ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത്. What I mean by arranged marriage is where the boys and the girls' consent is not taken, just the families meet each other and take the decision and the marriage is forced upon them. എന്നാൽ ഞാൻ പറഞ്ഞ മൂന്നാമത്തേത് ദൈവഹിതപ്രകാരം കണ്ടെത്തി ഒരുമിച്ച് പോകുന്ന ഒരു ലൈഫ്. The third option is a marriage that is arranged by God himself. ഞങ്ങളുടെ ചർച്ചിലെ ഒരു മാരേജിന് അദ്ദേഹം നല്ല എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്. There's one software engineer in our church. അപ്പോൾ അദ്ദേഹം കല്യാണം കഴിക്കാനായിട്ട് തീരുമാനിച്ചു. So he decided to get married. അദ്ദേഹത്തിൻ്റെ വൈഫ് ദുബായിൽ നിന്നുള്ള ഒരാളാണ്. ഒരു ആലോചന പ്രപ്പോസ് വന്നത്. So a proposal from Dubai came. അപ്പോൾ എന്നോട് ചോദിച്ചു, അങ്കിൾ എന്താണ് ഞാൻ ചെയ്യേണ്ടത്? So he asked me, what should I do? പുള്ളിക്കാരി CA ഒക്കെ കഴിഞ്ഞ് നിൽക്കുകയാണ്. The girl has completed CA. അപ്പോൾ അല്പം നല്ല സാമ്പത്തികമുള്ള ആളാണ്. And in a good financial position. ഇവരും ഞങ്ങളുടെ ചർച്ചിലുള്ള ആളും അത്ര നിസ്സാരമല്ല. And this guy is also decent. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതെല്ലാം നല്ലതാണ്. It's all very good. പക്ഷെ നീ ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. But there's a question you must ask. കർത്താവിൻ്റെ വിളി എൻ്റെ മേൽ വന്നാൽ ഞാൻ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി പോകും. താങ്കൾ അതിന് തയ്യാറാണോ? You must ask this question. If the Lord happens to call me for his ministry and if I decide to go out, would you be okay with that? ഈ മോൻ വളരെ ഓപ്പൺ ആയിട്ട് പറഞ്ഞു. And
this boy, he told this very openly. പറഞ്ഞു, എനിക്ക് കർത്താവിന്റെ വിളി വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ സുവിശേഷ വേലയ്ക്ക് വേണ്ടി പോകും. If I got the call from God, I would definitely go out for the work of gospel. ആ മോൾ ഇങ്ങോട്ട് പറയാണ്, So the girl replies back, ഇത് തന്നെയാണ് ഞാനും ആഗ്രഹിച്ചിരുന്നത്. this is exactly what I also have in my mind. കാരണം കർത്താവിന് വേല ചെയ്യണമെന്നാണ് എനിക്ക് ഭയങ്കര ആഗ്രഹം. Because I also have this desire to work for God. അപ്പൊ വിവാഹത്തിന് മുമ്പ് തന്നെ ഇവർ രണ്ടുപേരും തമ്മിൽ ഒരു ധാരണയിൽ എത്തിക്കഴിഞ്ഞു, കർത്താവ് വിളിച്ചാൽ വേലയ്ക്ക് വേണ്ടി പോകാമെന്നുള്ളത്. So before the marriage itself, both of them have come to this conclusion: if the Lord calls, we will go out. അപ്പൊ ദൈവത്തിന്റെ ദൗത്യം എന്താണ് നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തി ജീവിതത്തിൽ എന്ന് നമുക്കറിയില്ല. So what is the responsibility or purpose that God has given to us as a family? We have to know. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കർത്താവിന്റെ വേല ചെയ്യാൻ ഒരു ശകലം പോലും ഇഷ്ടമില്ലാതിരുന്ന ഒരു മനുഷ്യനാണ് ഞാൻ. And I was a person who didn't like to do God's work at all. കാരണം എനിക്ക് 3 വയസ്സുള്ളപ്പോൾ എൻ്റെ ഫാദർ മരിച്ചാണ്. Because my father died when I was 3 years old. എൻ്റെ സിസ്റ്റർക്ക് 1 വയസ്സ് മാത്രമേ ഉള്ളൂ. My sister was just 1. ഒരുപാട് പട്ടിണിയിലൂടെ പോകേണ്ടതായിട്ട് വന്നു. And we have lived through very difficult circumstances. പട്ടിണി എന്ന് ഉദ്ദേശിക്കുന്നത് ഫുൾ പട്ടിണിയല്ല, പക്ഷേ ഹാഫ് കഴിച്ച് വയറ് നിറച്ച് കഴിച്ചുകൊണ്ട് ജീവിച്ച ഒത്തിരി സാഹചര്യങ്ങളുണ്ട്. Though we were not famined, but many times we had to make a lot of compromise. പക്ഷെ ദൈവം എന്നെ ഡൈവേർട്ട് ചെയ്ത് ഒരു മിറക്കിളാണ്. But the way God has diverted my life, it is a miracle. ദൈവത്തിന്റെ ഇഷ്ടം ഞാൻ മനസ്സിലാക്കിയത് എൻ്റെ 19ാമത്തെ വയസ്സിലാണ്. I came to realize God's purpose only in my 19th year. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ ഇഷ്ടം എന്താ? What is God's purpose with our life? കുറച്ച് നാൾ ജീവിക്കുക, You live for a few years, അത് കഴിഞ്ഞ് മരിക്കുക. then you die. എന്താ ഫലം? What is the fruit? നമ്മുടെ മുഖാന്തരം ഒരു വ്യക്തിക്കെങ്കിലും ആത്മീകമായ പ്രചോദനം ആസ് എ ഫാമിലി, കുടുംബപരമായിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും ധന്യമായ ആളുകളാണ്. If because of our life some people are getting some spiritual nourishment, then that is a blessed state. ദൈവം നമ്മളോട് നിനക്ക് എത്ര വലിയ വീടുണ്ടായിരുന്നു ചോദിക്കാറില്ല. God will not ask how big house you had. നിനക്ക് എത്ര വലിയ കാർ ഉണ്ടായിരുന്നു ദൈവം നമ്മളോട് ചോദിക്കില്ല. He won't ask what kind of a car you had. നിനക്ക് എത്ര ജോലിയിൽ ശമ്പളം ഉണ്ടായിരുന്നു ദൈവം ചോദിക്കില്ല. He won't ask your salary. ദൈവം ചോദിക്കുന്നത് ഇതുകൊണ്ട് നീ കർത്താവിന് വേണ്ടി എന്ത് ചെയ്തു എന്നാണ്. What he will ask is, what did you do with all these things? നിനക്ക് ഈ ഫെസിലിറ്റീസ് ഒക്കെ തന്നിരിക്കുന്നത് ദൈവത്തിന്റെ ഹിതം കുടുംബത്തിലും പുറത്ത് നീ നിർവഹിച്ചോ എന്നുള്ളതാണ്. The question is whether God's mission is being carried out in your own home and outside. ഞാൻ അതിനെ 5 ആയിട്ട് തിരിക്കാനായിട്ട് പോവുകയാണ്. മിഷണൽ ഫാമിലി എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത് 5 ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പോവുകയാണ്. So I am going to give 5 points of what a missional family means. ഒന്നാമത് മിഷണൽ ഫാമിലി എന്ന് പറഞ്ഞാൽ ആരാധിക്കുന്ന കുടുംബമാണ്. The first thing is it's a worshipping family. 2 സ്നേഹമുള്ള കുടുംബമാണ്. Second, it is an affectionate family. മൂന്നാമത് ഒരു അവതാര കുടുംബമാണ്. And it is an incarnational family. 4ാമത് ആകർഷകമായ ഒരു കുടുംബമാണ്. And it is a family that is attractional. 5ാമത്തെ കാര്യം ഒരു പരിപോഷണ കുടുംബമാണ്. And it is a family that is nurturing. നമ്മൾ ഇത് ഓരോന്നായിട്ട് ഡീറ്റെയിൽസ് ആയിട്ട് ചിന്തിക്കാൻ പോവുകയാണ്. And we are looking at each of these points in detail now. ഞാൻ ഇങ്ങനെ പറഞ്ഞാൽ ഈ എല്ലാ കാര്യവും പരസ്പര ബന്ധമാണ്. All of these 5 characteristics, they are all related to each other. ഒരു വർഷിപ്പിംഗ് കുടുംബമാണെങ്കിൽ ബാക്കി എല്ലായിടത്തും ഇതിന് അഭേദ്യമായ ബന്ധമുണ്ട്. And if it is a worshipping family, then it will show itself in all these other 4 aspects. എന്താ ഈ വർഷിപ്പിംഗ് ഫാമിലി എന്ന് പറഞ്ഞ അർത്ഥം? What is the meaning of a worshipping family? നമ്മളൊക്കെ ആരാധനയ്ക്ക് വരുന്നവരാണ്. We all come for worship. എല്ലാ സൺഡേയിലും ആരാധിക്കണം. Every Sunday we come for worshiping. ആരാധനയ്ക്ക് ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നവരാണ്. We give a lot of importance for that. നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ ആരാധനയെ കൊണ്ടുവന്നിട്ട് വളരെ ഡിസിപ്ലിൻഡ് ആയിട്ട് ഇരുത്തുന്നവരാണ്. We make all our children sit in discipline. ഇതൊക്കെ നമുക്കറിയാം. These all things we know. എന്നാൽ ഞാനൊരു ഡിഫറെന്റ് പെർസ്പെക്റ്റീവിലാണ് നിങ്ങളോട് ഇത് പറയാനായിട്ട് പോകുന്നത്. But I am going to tell it in a different perspective. ഇതിനെ ഈ ഫാമിലി വർഷിപ്പ് എന്ന് വിളിക്കാം, അല്ലെങ്കിൽ കുടുംബ പ്രാർത്ഥന എന്ന് വിളിക്കാം. We can call it a family worship or a family prayer time. ഞാൻ നിങ്ങളോട് ചോദിച്ച് വിഷമം ഉണ്ടാക്കുന്നില്ല. I don't want to create grief in you. നിങ്ങളുടെ വീട്ടിൽ രാവിലെയും വൈകിട്ടും എത്ര കുടുംബങ്ങളിൽ പ്രാർത്ഥന ഉണ്ടെന്ന് ഞാൻ ചോദിക്കുന്നില്ല. I'm not going to ask you how many families have morning and evening devotion time. എന്നാൽ ഞങ്ങളുടെ നാട്ടില്, ഞങ്ങളുടെ കുമ്പനാട് ഏരിയയില് പണ്ട് ഓലക്കുടിലുകൾ ഉണ്ടായിരുന്നു. But in olden days in our village, there were
Small huts. സ്മോൾ ഹട്ട്സ് പോലത്തെ. പക്ഷെ എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും വലിയപ്പച്ചന്മാരെ രാവിലെ പാട്ടും വൈകിട്ട് പാട്ടും പ്രാർത്ഥിച്ച് കുഞ്ഞുങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു. But in all of those huts, there were the parents, the fathers, they used to gather the family together for worshipping and singing songs to God. ഇന്ന് നമ്മുടെ കുടുംബങ്ങളിൽ വൈകുന്നേരങ്ങളിൽ ഒരുപക്ഷെ കാണും. Nowadays in our families, probably in the evening we might have, പക്ഷെ രാവിലെ ഉണ്ടോ? but in the morning do we have? കേരളത്തിൽ നടക്കുന്ന പ്രസിദ്ധമായ ഒരു ക്യാമ്പുണ്ട്. There is a famous camp that happens in Kerala. ആ ക്യാമ്പിൽ ഞാൻ ഒരു ഓർഗനൈസറാണ്, വൺ ഓഫ് ദ ഓർഗനൈസേഴ്സ്. ഓർഗനൈസറിൽ ഒരാളാണ് ഞാൻ. I am also one of the organizers of that camp. അത് ഏകദേശം 600-ലധികം പേര് വരുന്ന എല്ലാ ഏപ്രിൽ ഫസ്റ്റ് വീക്കിൽ നടക്കുന്ന ഒരു ക്യാമ്പാണ്. And about 600 people come for that camp every April. അപ്പൊ ഞങ്ങള് ഒരു ഇയറിൽ ഫാമിലി ലൈഫിനെ ബേസ് ചെയ്താണ് ഞങ്ങളുടെ ആ ആഴ്ചത്തെ മുഴുവൻ പ്രോഗ്രാം ഞങ്ങൾ ഡിസൈൻ ചെയ്തത്. And once we had the theme of a family life for that camp. അപ്പോൾ അതിനുവേണ്ടി എനിക്ക് കിട്ടിയിരിക്കുന്ന തീം എന്ന് പറയുന്നത് ഈ കുടുംബ പ്രാർത്ഥന എന്ന് പറയുന്ന തീം. അതിനെ ഞാൻ എങ്ങനെ പ്രൊമോട്ട് ചെയ്യാം, അതിനെ എങ്ങനെ കുട്ടികൾ ഇംപ്ലിമെന്റ് ചെയ്യാം എന്നൊരു പ്രൊജക്റ്റാണ് എന്നിൽ നിശ്ചിതമായിരിക്കുന്നത്. And what I got to teach there was how the family can be together worshipping. അപ്പോൾ ഞാൻ അതിനൊരു ഗൂഗിൾ ഫോം ഉണ്ടാക്കി. So I made a Google form for that as well. ഈ 600 പേർക്ക് ഞാൻ അവരുടെ മൊബൈലിലേക്ക് അയച്ചു. I sent this form to these 600 people. അതിനൊരു ചോദ്യം ഇതായിരുന്നു. The question in that was, രാവിലെയും വൈകിട്ടും കുടുംബ പ്രാർത്ഥനയുള്ള അവർ യെസ് എന്ന് എഴുതണം. if you have a morning and evening devotion time in your family, write yes. രണ്ടാമത്തെ ചോദ്യം, രാവിലെ മാത്രമേ ഉള്ളൂ എന്നുള്ളവര് യെസ് ചെയ്യണം. Second question, if only morning, then say that as yes. മൂന്നാമത്തെ ചോദ്യം, രാവിലെയും വൈകിട്ടും ഇല്ല എന്നുള്ളവര് മാർക്ക് ചെയ്യണം. Third option was it's not existing. ചിലപ്പോൾ രാവിലെ മാത്രമേ ഉള്ളൂ എന്നുള്ളവരും ടിക്ക് ചെയ്യണം. If there is only morning, then you can say yes. അതിന്റെ റെക്കോർഡ് എൻ്റെ ലാപ്ടോപ്പിൽ കിടക്കുന്നുണ്ട്. I have the record of that survey. ഞങ്ങള് ലീഡേഴ്സ് മീറ്റിംഗിൽ ഞാൻ ഇതിന്റെ ഡിസ്കഷന് ഞങ്ങൾ കൊണ്ടുവന്നു. So during the leaders meet, I just shared the results with the people there. ഞങ്ങൾ അതിശയിച്ചു പോയി. We were surprised by the result. 5% മാത്രമേ രാവിലെയും വൈകിട്ടും കുടുംബ പ്രാർത്ഥനയുള്ള കുടുംബങ്ങളുള്ളൂ. Only 5% of the families had morning and evening time for devotion. നിങ്ങളുടെ സഭയിൽ എങ്ങനെയാണെന്ന് ഞാൻ ചോദിക്കുന്നില്ല. I'm not going to ask it here in your church. പക്ഷേ ഒരു കുട്ടിയെ അടുത്ത തലമുറയെ ഡെവലപ്പ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള മാർഗം എന്നുള്ളത് നിങ്ങളുടെ ഫാമിലിയാണ്. But the way a child has to be trained for the next generation, it is inside the family. ജോയൽ എന്ന് പറയുന്ന ഒരു മോൻ ഇവിടെ ഇരിപ്പുണ്ട്. There's a Joel sitting here. എൻ്റെ മോൻ്റെ പേര് ജോയൽ എന്നായതുകൊണ്ടാണ് ഞാൻ ജോയലിനെ പ്രിഫർ ചെയ്തത്. My son's name is also Joel. എത്ര വയസ്സുണ്ട്? What is your age? 12. ഈ ജോയൽ എത്ര വർഷം കൂടെ, ജോയലിന്റെ പേരൻസ് എനിക്കറിയത്തില്ല, എത്ര വർഷം കൂടെ ജോയൽ നിങ്ങളുടെ കൂടെ കാണും? How many more years would Joel be with his family, with his parents? Maybe 4 more years. Right? After that he will go for the higher studies. Maybe 4 more years he is with the family. After that he will have to go to his college. എല്ലാ കുടുംബത്തിലും ഇങ്ങനെ തന്നെയാണ്. Every family is like that. 16 only 16 വയസ്സ് വരെ മാത്രമേ നമ്മുടെ കൂടെ കുട്ടികളുള്ളൂ മാക്സിമം. So we have children only till the age of 16. ഇത് 80-20 പ്രിൻസിപ്പിൾ ആണ്. ചിലപ്പം ചില ആളുകൾ ഡിഗ്രി വരെ കേരളത്തിന് വെളിയിൽ ഒന്നും പഠിക്കത്തില്ല, കേരളത്തിൽ തന്നെ പഠിക്കുക, ഹൈദരാബാദിന് വെളിയിൽ പോകത്തില്ല, ഇവിടെ തന്നെ പഠിക്കുക, അങ്ങനെയുള്ളവർ ഒക്കെ കാണും. അതൊരു 20% മാത്രമേ ഉള്ളൂ. There may be few people who just stay where they are and continue studies from home. പക്ഷേ ഈ 16 വയസ്സിനുള്ളിൽ നമ്മൾ ഇവരെ പഠിപ്പിക്കേണ്ട പാഠങ്ങൾ പഠിപ്പിച്ചില്ലെങ്കിൽ അവരുടെ ഭാവി എന്താവും? But if within these 16 years, if we don't train them, then what will be their future? Think. അപ്പോൾ അതിന് ഏറ്റവും ബെസ്റ്റ് മാർഗം കുടുംബ പ്രാർത്ഥനയാണ്. So the best framework or way to do that is to have a family prayer. അപ്പോൾ ഞാൻ ഇങ്ങനെ പറയട്ടെ, എന്താണ് ഈ കുടുംബാരാധന അല്ലെങ്കിൽ ഫാമിലി വർഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? So what do we mean by family worship? ഒന്ന് ഒരു വാക്യം വായിക്കാമോ? റോമൻസ് 1:21. റോമൻസ് 1:21.
തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യക്തരായിരിക്കും. അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരണ്ടുപോയി. ആരാധനയിൽ 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ കാണാൻ കഴിയും. We can see 3 main things included within worship. ഒന്ന്, First, ദൈവത്തെ ദൈവമെന്ന് ഓർക്കുക. recognize God as God. 2, Second, മഹത്വീകരിക്കുക. glorify Him. 3, Third, നന്ദി കാണിക്കുക. be thankful. എല്ലാ ആരാധനയിലും ഈ 3 കാര്യമുണ്ട്. In every worship, act of worship, these 3 things have to be there. ദൈവത്തെ ദൈവമെന്ന് ഓർക്കുക, Recognize God as God. ദൈവത്തിന്റെ മഹത്വം മനസ്സിലാക്കുക, Glorify Him. ദൈവത്തിന്റെ മഹത്വം മനസ്സിലാക്കി നന്ദി പറയാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ടോ? Are we able to give glory to God and give thanks to Him? ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്നവർക്കറിയാം, Those who travel in flight, they know. ഇങ്ങനെ ഹൈദരാബാദിൽ നിന്ന് ഇങ്ങനെ ഫ്ലൈറ്റ് പൊങ്ങി മേലോട്ട് വരികയാണ്. The plane is going up from Hyderabad. എൻ്റെ താഴോട്ട് നിങ്ങൾ നോക്കിക്കേ, Just look down. ഹൈദരാബാദിലെ ഏറ്റവും വലിയ ബിൽഡിംഗ് പോലും പൊട്ടുപോലെ കാണത്തുള്ളൂ. Even the biggest building of Hyderabad will look very small. നമ്മൾ പിന്നെയും ഉയരത്തിലോട്ട് പോകുമ്പോൾ നമുക്ക് താഴെയുള്ള ഒരു ബിൽഡിങ്ങും കാണത്തില്ല. As we keep on going higher, we do not see anything in the city. അപ്പോൾ നമ്മൾ എത്രയേ ഉള്ളൂ? മുകളിൽ നിന്ന് നോക്കുമ്പോൾ നമ്മളൊരു പൊട്ട് പോലെയുള്ളൂ. If we look from on high, what are we? We are just a speck of dust. അങ്ങനെയാണെങ്കിൽ ദൈവം നമ്മളെ നോക്കുമ്പോൾ നമ്മൾ എത്രയുണ്ട്? So if God looks at us, what are we? 40 പറയുന്നത്, In Isaiah 40, he says, ദൈവം നോക്കുമ്പോൾ നമ്മളെ ചെറിയ ഒരു കുന്നുപോലും ഒരു പൊട്ടിന്റെ രൂപത്തിലേ കാണുന്നുള്ളൂ എന്നാണ് യെശയ്യാവ് 40 പറയുന്നത്. we are just a speck of dust in front of God. കാരണം ദൈവം മുകളിൽ നിന്ന് നോക്കുമ്പോൾ നമ്മൾ അത്രേ ഉള്ളൂ. From up on high, that is what we are. നമ്മൾ ഏതാണ്ട് വലിയ സംഭവമാണെന്ന് വിചാരിച്ച് നടക്കുന്നത്. We might think that we are something great. നാസ കൺട്രോൾ ചെയ്യുന്ന നമ്മളാണ് നമ്മുടെ നടപ്പ് കണ്ടാ തോന്നുന്നു. It seems like we are controlling NASA. ഭയങ്കര ഗമയാണ്. Lot of pride. തുറന്ന മൂക്കിലാണ് ശ്വാസം, ഏത് നിമിഷവും പോവാം. It is just a breath. The breath can go anytime. കോവിഡ് നമ്മളെ പഠിപ്പിച്ച ഒരുപാട് പാഠങ്ങളുണ്ടല്ലേ. This is the lesson COVID has also taught us. ഞാൻ പഠിച്ചിരുന്ന സമയത്ത് ബാംഗ്ലൂർ ബാപ്റ്റിസ്റ്റ് ഹോസ്പിറ്റലിലെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് ആണ് ഞങ്ങളെ സൈക്കോളജിയുടെ ബാലപാഠങ്ങൾ പഠിപ്പിച്ചത്. പ്രിലിമിനറി സ്റ്റെപ്സ് പഠിപ്പിച്ചപ്പോൾ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു. And when I was being taught by a psychologist in Bangalore, he gave this lesson. ഓരോ ശ്വാസവും ദൈവത്തിന്റെ ദാനമാണ് എന്ന് ഞാൻ പഠിച്ചത് കോവിഡ് ആണെന്ന് അദ്ദേഹം പറഞ്ഞു. Every breath that I breathe, it's a gift from God. I learned it from COVID. എത്ര പേരാണ് ആ ഡോക്ടറിന്റെ മുമ്പിൽ വെച്ച് മരിച്ചെന്നറിയാം? How many people passed away in front of that doctors? ഒരാൾ അദ്ദേഹത്തോട് വന്ന് പറഞ്ഞു, ഞാൻ 1 കോടി രൂപ നിനക്ക് തരാം, എനിക്കൊരു സിംഗിൾ ബെഡ് തരുവാണെങ്കിൽ എന്ന് പറഞ്ഞു. One person said, I will give you 1 crore rupee, just give me one single bed. ഒരു ബെഡ് തരുവാണെങ്കിൽ 1 കോടി രൂപ. If you will just give me a bed in the hospital, for me, I'll give you 1 crore. നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ദൈവം എത്ര മഹോന്നതനായ ദൈവമാണ്. We must understand how gracious and glorified our God is. നമ്മുടെ ശരീരത്തോട് ഒഴുകുന്ന ബ്ലഡ് എന്ത് അത്ഭുതമാണ് അല്ലേ? The blood that flows through our body, how wonderful it is. നമ്മുടെ ശരീരത്തിന്റെ ഞരമ്പുകൾ, The nerves inside our body. എത്ര ഉണ്ടെന്നറിയോ? You know how many we have? 60,000 ലോങ് ആണ്, ഫീറ്റ് ലോങ് ആണ്. So the veins and the arteries that we have inside, it is 60,000 feet long. 4 പ്രാവശ്യം ലോകത്തെ ചുറ്റാം. അതുകൊണ്ട് We can go around the world 4 times. we can bound through this vine. Through the veins. 4 പ്രാവശ്യം ബൗണ്ട് ചെയ്യാൻ പറ്റും. അതൊക്കെ നമ്മുടെ ഈ ശരീരത്തെ ദൈവം ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നു. ഓർത്ത് നോക്കി. And just imagine in what wonderful way He has created this body. നമുക്ക് എത്ര കളറിനെ ഐഡന്റിഫൈ ചെയ്യാമെന്നറിയാം? How many colors can our eyes identify? എത്ര ഡിഫറെന്റ് ടേസ്റ്റ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്നറിയോ? How many different kinds of taste our tongue can identify? ഇതെല്ലാം ദൈവത്തിന്റെ അത്ഭുതമാണ്. This is all God's miracle. എല്ലാ രാവിലെയും നമ്മൾ ഓർക്കേണ്ട, ദൈവമേ, you are so great. ദൈവം എത്രയോ മഹോന്നതനാണ്. Every day morning when you get up, you must remember with gratitude how great God is. നമ്മൾ ഈ സത്യം നമ്മുടെ കുടുംബ പ്രാർത്ഥനയിൽ ഈ മക്കളോട് പറഞ്ഞു കൊടുക്കണം. And we must impart this truth to our children in our family prayer. എല്ലാ ദിവസവും ബൈബിൾ വായിക്കുമ്പോൾ ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കണം.
And every day this thought has to prevail, this mindset has to prevail. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, The second thing, ആരാധനയിൽ ഉണ്ടാകേണ്ട ദൈവം ഓർക്കുക എന്നുള്ളത് നമ്മൾ കണ്ടു. so in worship we have to recognize God as God. രണ്ടാമത് ദൈവത്തെ മഹത്വീകരിക്കണം. And second thing is we have to glorify Him. എങ്ങനെ ദൈവത്തെ മഹത്വീകരിക്കുന്നത്? How do you glorify God? നമ്മൾ എങ്ങനെയാണ് ദൈവത്തെ മഹത്വീകരിക്കുന്നത്? How do we glorify? നിങ്ങൾ ചെയ്യുന്ന പറഞ്ഞേ എങ്ങനെയാണെന്ന് പ്ലീസ്. നിങ്ങൾ എങ്ങനെയാണ് ദൈവത്തെ മഹത്വീകരിക്കുന്നത്? ഗോഡ്, യു ആർ an awesome God. ദൈവമേ, അങ്ങ് മഹത്വവാനായ ദൈവമാണ്. God, you are a glorious God. ദൈവമേ, അങ്ങ് ഉന്നതനായ ദൈവമാണ്. You are high above. അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ പറ്റുമോ? Is this enough? സാധിക്കുമോ? Does this give glory? നമ്മൾ ഒന്നുമില്ലെന്നൂടെ ദൈവത്തിന് മുമ്പാകെ സമ്മതിക്കണം. We must also submit that we are nothing before Him. ഈ മഹോന്നതനായ ദൈവത്തിന് മുമ്പാകെ നമ്മൾ ഒന്നുമില്ല. Before this wonderful God, we are nothing. ഒരു വ്യക്തിയെ ഞാനൊന്ന് പരിചയപ്പെടുത്താൻ പോവാണ്. യെശയ്യാ പ്രവചനം 6-ാം അധ്യായത്തിൽ. I'm going to introduce one person today in Isaiah chapter 6. അദ്ദേഹം യെശയ്യാവാണ്. That is Isaiah himself. അദ്ദേഹം ദൈവത്തിന്റെ മഹത്വം കണ്ടു. He saw the glory of God. 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ അദ്ദേഹം ദൈവത്തിന്റെ മഹത്വം കാണുകയാണ്. In the first 4 verses, we can see that Isaiah is witnessing the glory of God. എങ്ങനെയാണ് ദൈവത്തിന്റെ മഹത്വം കണ്ടേ? How did he see it? ഓ, ദൈവം ഉയർന്നും പൊങ്ങിയുള്ള സിംഹാസനത്തിൽ അധിവസിക്കുന്നു. He is sitting on a throne high and lifted up. എന്താ ഈ ഉയർന്നും പൊങ്ങിയുള്ള സിംഹാസനം എന്ന് പറയുന്നത്? What is this throne that is high and lifted up? ഞാൻ എൻ്റെ മോനോട് ചോദിച്ചു, എന്താടാ ഈ ബൈബിൾ കുടുംബ പ്രാർത്ഥന ചോദ്യമൊക്കെ ചോദിക്കും. So during the family time, I asked my son, what is this? ഈ ഉയർന്നും പൊങ്ങി എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? What is the meaning of high and lifted up? അപ്പൊ അവൻ പറഞ്ഞു, ഡാഡിയുടെ ചെയർ പോലാണോ? So he asked, is it like your chair? കാരണം നമ്മുടെ ഈ ചെയറിനകത്ത് നമുക്ക് മേലോട്ട് വരുത്താം, താഴോട്ട് വരുത്താം. അപ്പൊ അവന്റെ കാഴ്ചപ്പാടിൽ അവന്റെ കുഞ്ഞു ചെറുപ്പത്തിൽ അവൻ അതറിയത്തുള്ളൂ. ഈ ഉയർന്നും പൊങ്ങി എന്ന് പറഞ്ഞാൽ മേലോട്ടും താഴോട്ടും ചെയ്യുന്ന ചെയറാണ്. അതാണോ ദൈവത്തിന്റെ ഈ മഹത്വം എന്ന് പറയുന്നത് എന്ന് ചോദിച്ചു. So when he was small, he saw this chair that can rise up. We have the adjustment for that. So he asked, is it like that? God's chair is high and lifted up. നമ്മൾ എന്താ അതിന് അർത്ഥം പറയുന്നത്? What is the meaning of that നമ്മൾ phrase? പലപ്പോഴും പലതും വായിച്ചു വിടും, പക്ഷെ അർത്ഥം അറിയത്തില്ല. We do not know the meaning of this. എന്താ ഈ ഉയർന്ന പൊങ്ങിയുള്ള സിംഹാസനം എന്ന് പറയുന്നത്? What is this throne that is high and lifted up? പറഞ്ഞേ, നിങ്ങൾ മനസ്സിലാക്കിയെന്ന് പറഞ്ഞേ പ്ലീസ്. അയ്യോ, ഇവിടെ ഉള്ളവരെല്ലാം നല്ല വചന നിശ്ചയമുള്ളവരല്ലേ? You all are well in the Bible studies, no? Right? So please tell. എന്താ ഈ ഉയർന്ന പൊങ്ങിയുള്ള സിംഹാസനം എന്ന് പറയുന്നത്? What is this throne that is high and lifted up? You have to think. നമ്മൾ ചിന്തിക്കണം. ദൈവത്തിന്റെ സിംഹാസനത്തിന്റെ അത്രയ്ക്ക് ആർക്കും വരാൻ പറ്റത്തില്ല. It is a throne that is so high, no one else can come up to that. അത്രയ്ക്ക് ഉയർന്നതാണ്. It is so high. അവിടേക്ക് എത്തപ്പെടാനായിട്ട് ഒരു മനുഷ്യനും കഴിയത്തില്ല. There is no man who can reach up till there. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. That is what is the meaning of that. ആ യെശയ്യാവ് അത് കണ്ടു. And Isaiah has seen that. നമ്മൾ എപ്പോഴും ദൈവത്തിന്റെ മഹത്വം കണ്ടിട്ടുണ്ടോ? Have you ever seen the glory of God? നിങ്ങൾ എപ്പോഴെങ്കിലും ദൈവത്തിന്റെ മഹത്വം കണ്ടിട്ടുണ്ടോ? Have you ever seen the glory of God? യെസ്, ഉണ്ടല്ലേ. ഒരു അപകടത്തിലൊന്ന് പെട്ടു നോക്കി, നമ്മൾ രക്ഷപ്പെട്ടു. ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ നമ്മൾ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. If you imagine that you just escaped from an accident, നമ്മൾ എന്തോ പറയും? what do we say at that time? എൻ്റെ ദൈവം എത്ര മികച്ചവനാണ്, അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. Oh, my God has saved me from this. എന്തെങ്കിലും പ്രോബ്ലത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടുമ്പോൾ മാത്രമാണ് ദൈവത്തിന്റെ മഹത്വം നമ്മൾ കാണുന്നത്. Only when we escape from a problem, that is when we give glory to God. ഇപ്പൊ ഞങ്ങള് ദേവദാസന്മാര് ചിലപ്പോൾ സാമ്പത്തികമായിട്ട് ഏറ്റവും വലിയ ടൈറ്റ് ആയിട്ടിരിക്കുന്ന സാഹചര്യങ്ങളായിരിക്കും. And there might be a situation where some of the brothers may be in a financially tight situation. അങ്ങനെ ഇരിക്കുമ്പോൾ ഇപ്പം മോഡേൺ സിസ്റ്റം ആണല്ലോ, ആരുടെയും അഡ്രസ്സും വേണ്ട, ചെക്കും അയക്കേണ്ട, എല്ലാം ഗൂഗിൾ പേ വഴി ഈസി ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാമല്ലോ. And nowadays we have UPI and easily money can be funded. അങ്ങനെ ഒരു പണം നമ്മുടെ അക്കൗണ്ടിലോട്ടൊന്ന് വരുവാന്നിരിക്കട്ടെ.
And we see in our mobile that some money has transferred to our account. ഓ അപ്പം നമ്മൾ പറയും, എൻ്റെ ദൈവം എന്ത് വിശ്വസനാണ്, എന്ത് ഫെയ്ത്ത്ഫുൾ ആണ്, എൻ്റെ ദൈവം എത്ര മഹോന്നതനാണ്. And then we say, oh, how glorious our God is, He is providing. ഇതൊക്കെ ശരിയാണ്. It is all correct. പക്ഷെ അതിനേക്കാട്ടിലും വലുത് നമ്മുടെ ഓരോ ദിവസവും നമ്മളെ നടത്തുന്ന വഴികളൊന്ന് ചിന്തിച്ചാൽ മാത്രം മതി. But more than these things, we have to understand the glory of God, how He leads us. ഞാൻ യൂത്ത് ക്യാമ്പിന് ഒരു കുട്ടികളോട് ചോദിച്ചു. Yeah. In a youth camp, I asked a child. ഒരു കുറെ 80 പേരോളം ഉള്ള ഒരു ക്യാമ്പിൽ എൻ്റെ ഒരു ഗ്രൂപ്പായിട്ട് വന്നിരിക്കുകയാണ്. And there are around 70-80 kids who are in that camp. ഞാൻ അവരോട് ചോദിച്ചു, ഈ മരിച്ചു കഴിഞ്ഞാൽ മൂക്കിൽ ഈ പഞ്ഞി വെക്കുന്ന ഒരു പരിപാടിയുണ്ട്, എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്? So I asked them, after a person dies, why do we put cotton in their nostrils? Why? ആ ചോദ്യം നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? If I ask the same question to you, how do you reply? ഇവിടെ ഒരു ഉത്തരം പറയുന്നവരല്ലേ? Always I am asking questions, there's no answers from you. Okay, ഒരുപാട് ഉത്തരങ്ങൾ വന്നു. So many answers came. ഒരാൾ പറഞ്ഞത് ഇങ്ങനെയാണ്. So one person said, അങ്കിൾ മരിച്ചു കിടക്കുമ്പോൾ നല്ല സ്റ്റൈലായിട്ട് കിടക്കണമല്ലോ, മൂക്കിൽ സ്റ്റൈലായിട്ട് കിടക്കാൻ വേണ്ടിയാണ്. so one boy, he said, we have to just, even in death, we should appear stylish. മറ്റൊരാൾ പറഞ്ഞ ഈ മൂക്കിൽ ചിലപ്പോൾ ബ്ലഡ് ഒക്കെ വരുമല്ലോ, അപ്പൊ അതുകൊണ്ട് നല്ല സ്റ്റൈലായിട്ട് ബ്ലഡ് ഒന്നും വരാതെ വൃത്തിയായി കിടക്കാൻ വേണ്ടിയാണ് മൂക്കിൽ പഞ്ഞി വെക്കുന്നതെന്ന് പറഞ്ഞു. Another kid said that Not kid, young people. young people, they answered probably because it would appear cleaner, nothing dirty would come out of the nose. അതിന് മൂന്നാമത്തെ അവൻ പറഞ്ഞു, അങ്ങനൊന്നും അല്ല അങ്കിളെ, അത് നമ്മൾ വളരെ ശ്രദ്ധിച്ചാൽ ഈ മൂക്കിനകത്ത് പഞ്ഞി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര ഭക്തന്മാരായിട്ട് പാവമായിട്ട് കിടക്കുന്ന പോലെ തോന്നുമെന്ന് പറഞ്ഞു. And the third kid, he said that if we put cotton in the nose, and then it looks like that person is a very pious, holy man. നാലാമത്തെ അവൻ പറഞ്ഞതാണ് ഭയങ്കര ഞെട്ടിപ്പിക്കുന്ന കാര്യം. And the fourth one, he said a very strange thing. അവനിപ്പോൾ UK-ലാണ്, ഇപ്പോൾ ഓസ്ട്രേലിയ, UK ഓസ്ട്രേലിയയിലോട്ട് പോയി, ഓസ്ട്രേലിയയിലാണ് ഇപ്പോൾ ഉള്ളത്. He is now in Australia. അവൻ എന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുമ്പോൾ ഈ കഥ പറയാറുണ്ട്. And whenever we talk, we remember this. അവൻ പറഞ്ഞു, He said like this. ഇത്രയും നാള് അപ്പച്ചൻ ഇഷ്ടം പോലെ ഓക്സിജൻ വലിച്ചു കുടിച്ചു. All these years, Appachan had taken so much of oxygen. ഇനി മേലാൽ ഒരു തുള്ളി ഓക്സിജൻ പോലും തരത്തില്ലെന്ന് മക്കള് പറഞ്ഞ് തിരികെ കയറ്റി വെച്ചിരിക്കുകയാണ്. And now there will not be any oxygen given to this person. That's what is being shown by എല്ലാവരും ചിരിച്ചു, ക്ലാസ്സിലുള്ള എല്ലാവരും ചിരിക്കുക. all the kids. They were all laughing at this. അപ്പൊ ഞാൻ പറഞ്ഞു, ശരിയാണ്, ആ മോൻ പറഞ്ഞതിനകത്ത് ഒരു ശകല സത്യമുണ്ട്. So whatever this person has said, there is some truth in that. നമ്മൾ ഈ ശ്വാസം വലിക്കുന്നത് ആരെങ്കിലും അറിയുന്നുണ്ടോ? The oxygen that we are breathing, does anybody know? നിക്ക്, ഞാൻ ശ്വാസം വലിച്ചിട്ട് ബാക്കി പറയാം എന്ന് പറയാറില്ലല്ലോ. We don't say, let me just breathe in some oxygen, then I'll tell you. ആരും പറയാറില്ല. ഇത് ഓട്ടോമാറ്റിക്കലി സംഭവിക്കുകയാണ്. We just take this thing for granted. നമ്മൾ ഓർത്ത് നോക്കി, ഇത് എങ്ങനെ സംഭവിക്കും? നമ്മൾ എപ്പോഴും ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? Have you ever thought about breathing? നമ്മളൊരു ഓക്സിജൻ സിലിണ്ടർ വെച്ച് മാസ്ക് വെച്ച് ഒരു 2 ദിവസം ഇരിക്കുമ്പോഴറിയാം അതിന്റെ എക്സ്പെൻസ് എന്താണെന്ന് അറിയാം. When we have to get oxygen cylinder and breathe through that, that's when we realize the cost of oxygen. ദൈവം നമ്മളെ നടത്തുന്നത് എത്ര അത്ഭുതമായിട്ടല്ലേ. How wonderfully God is leading us. Praise God. Give glory to Him. Praise the Lord. Praise the Lord. ഞങ്ങളുടെ ചർച്ചിലൂടെ ലൈവാണ്, കാരണം പെന്തിക്കോസ് ആണ് എന്നൊക്കെ ചിലപ്പോൾ നിങ്ങൾ വരുമ്പോൾ തോന്നും ഞങ്ങളുടെ ചർച്ച പെന്തിക്കോസ് ആണോ. നല്ലല്ല, ഞങ്ങൾ ബ്രദർമാർ തന്നെയാണ്. പക്ഷേ ഹല്ലേലൂയയും പ്രൈസിലോടൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളുടെ സഹോദരിമാരും പറയും. In our church, there will be a louder praise the Lord and hallelujah. ഞങ്ങളെല്ലാം ബ്രദറുകാരാണ്, പക്കാ ബ്രദറുകാരാണ്. We are also brethren. പക്ഷെ ഇടയ്ക്കൊക്കെ സ്തോത്രമൊക്കെ പറയും. But we can say hallelujah loudly. അല്ലല്ല, സൂത്രമല്ല. കാരണം നമ്മുടെ ഹൃദയം നിറഞ്ഞു കഴിയുമ്പോൾ എന്ത് പറയും? പ്രൈസ് ദി ലോർഡ് എന്ന് പറയും. കാരണം ദൈവം നമ്മളെ നടത്തുന്ന അത്ഭുതങ്ങൾ ഓർത്താൽ ദൈവത്തോട് നന്ദി പറയാതിരിക്കാൻ പറ്റും. When our hearts are filled with praise and glory to God, then it will come out of our mouth. യെശയ്യാവ് ദൈവത്തിന്റെ മഹത്വം കണ്ടു. So Isaiah saw the glory of God. അത് കഴിഞ്ഞപ്പോഴാണ് അവന്റെ പരാജയം അവൻ കണ്ടു. And then he saw his own defeat. യഥാർത്ഥമായി ദൈവത്തിന്റെ മഹത്വം കാണുമ്പോഴേ നമ്മൾ ഒന്നുമില്ലെന്ന് നമുക്ക് മനസ്സിലാകത്തുള്ളൂ. Only when we see the glory of God, we realize that we are nothing. നമ്മൾ കേവലം ഒരു ശ്വാസം
അകത്തോട്ട് വലിച്ച് പുറത്തു വിടാൻ കഴിവില്ലാത്തവരാണ് നമ്മൾ എന്ന് മനസ്സിലാകുന്നത് ദൈവത്തിന്റെ ഗ്ലോറി കാണുമ്പോൾ മാത്രമാണ്. And only when we observe and see the glory of God, we realize that we are mere breath. ഞാനൊരു പാപിയായ മനുഷ്യനാണ്, അധരങ്ങളുള്ള ഒരു മനുഷ്യനാണ്, പാപം ചെയ്യുന്ന അധരങ്ങളോടുകൂടി ജീവിക്കുന്ന ഒരാളാണെന്ന് യെശയ്യാവ് കണ്ടത് ദൈവത്തിന്റെ മഹത്വം കണ്ടപ്പോഴാണ്. And only when Isaiah saw the glory of God, that's when he realized that I am a man of unclean lips. അത് കണ്ടപ്പോഴാണ് താൻ മറ്റുള്ളവരിലേക്ക് നോക്കിയത്. And through that he looked at other people. ദൈവത്തിന്റെ വചനം കേൾക്കാത്ത എത്രയോ ആയിരങ്ങൾ അവിടെ ഉണ്ട് എന്ന് താൻ തിരിച്ചറിഞ്ഞത് തന്നിലേക്ക് താൻ നോക്കിയപ്പോൾ മാത്രമാണ്. And when he looked at his own condition, that's when he realized how many thousands are there who have never heard this. ഈ കുടുംബ പ്രാർത്ഥനയിൽ നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് ദൈവത്തെ ഒന്ന് കാണാൻ ശ്രമിക്കുക, മറ്റുള്ള നമ്മുടെ യൂത്തിനോട് നമ്മുടെ കുഞ്ഞുങ്ങളോട് ഈ ദൈവത്തെക്കുറിച്ച് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക എന്നുള്ളതാണ്. So what we intend to do with the family prayer is to have this time where we can see the glory of God and to impart that to our children. ഞാൻ യെശയ്യാവ് 6-ാം അധ്യായത്തിൽ ഇങ്ങനെ ഡിവൈഡ് ചെയ്യാനായിട്ട് പോവുകയാണ്. I'm going to divide Isaiah 6 into 3. ഒന്ന്, അവൻ മുകളിലേക്ക് നോക്കി. First, he looked upward. രണ്ട്, അവൻ തന്നിലേക്ക് നോക്കി. Then he looked inward. മൂന്നാമത് താൻ മുമ്പിലേക്ക് നോക്കി. And then third, he looked forward. ഇതെല്ലാം സംഭവിക്കുന്നത് ആരാധനയിലാണ്. All of these three things happen in worship. ദൈവത്തിന്റെ മഹത്വം കാണുമ്പോഴാണ് നമ്മൾ നമ്മിലേക്ക് നോക്കാനായിട്ട് ഇടയാകുന്നത്. When you see the glory of God, that's when we look inward at ourselves. അങ്ങനെ നമ്മിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ അനുഭവങ്ങൾ ഇല്ലാത്ത മറ്റുള്ളവരിലേക്ക് നമ്മൾ നോക്കും. And then we look at others who do not have this same experience. രണ്ടാമത്, ആരാധിക്കുന്ന കുടുംബത്തെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമുക്ക് ആ വാക്യം ഒന്ന് വായിക്കാം. റോമൻസ് 12:1-2. Romans 12 verse 1 and 2. ആരാധനയുടെ രണ്ടാമത്തെ ചിത്രം നമ്മൾ സ്വയം സമർപ്പിക്കുന്നതാണ്. വായിക്കാം. I beseech you therefore, brethren, by the mercies of God, that ye present your bodies a living sacrifice, holy, acceptable unto God. enough. Present your bodies. To present your bodies. നമ്മുടെ ശരീരങ്ങളെ സമർപ്പിക്കണം. You must surrender and present your bodies. നമ്മുടെ ശരീരങ്ങളെ സമർപ്പിച്ചോ? Have we presented our bodies to God? നമ്മുടെ ശരീരങ്ങളെ നമ്മൾ സമർപ്പിച്ചോ? Have we presented our bodies? യെസ്. അതിന് ഉത്തരവില്ലേ? യെസ് പറഞ്ഞേ. Yes. യെസ് ഓർ നോ? എപ്പോ? When we accept Christ as our personal Savior and Lord. അല്ലേ? കർത്താവിനെ രക്ഷിതാവും കർത്താവിനെ സ്വീകരിച്ചപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? സമർപ്പിച്ചു. ഒരു സ്റ്റോറി ഇങ്ങനെയുണ്ട്. There's one story like this. മഹാകവി കെ വി സൈമൺ സാറിന്റെ ബുക്കിൽ ഞാൻ വായിച്ചതാണ്. I read it in K.V. Simon Sar's book. ഒരു ദിവസം അദ്ദേഹം ഇങ്ങനെ പോകുന്ന വഴിക്ക് ഒരു വീട്ടിൽ ചെല്ലുന്ന കഥ അദ്ദേഹം ഇങ്ങനെ പറയാണ്. So on his way he went to a particular house one day. ഒരു ദിവസം അമ്മച്ചി ഈ പെരക്കകത്ത് ഇങ്ങനെ വീടിനകത്ത് നല്ല ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. And the lady in that house, the Amachi, she is doing work inside. 9 മക്കളുണ്ട്. She has 9 children. ഹസ്ബൻഡ് വെളിയിൽ ജോലിക്ക് പോയിരിക്കുകയാണ്. Husband has gone for work outside. അപ്പൊ അവിടെ ഒരു ധർമ്മക്കാരൻ ഒരു ചോദിച്ചുകൊണ്ട് വന്നു, അമ്മ കഞ്ഞി വല്ലതും തരണേ എന്ന് പറഞ്ഞൊരു ബെഗർ വന്നു. So a beggar came to that house asking for some food. അപ്പൊ അമ്മച്ചി അടുക്കളയിലാണ്. So Amachi is working in the kitchen. അപ്പൊ അമ്മച്ചി വരാതെ നോക്കിയപ്പോ ഒരു പാവം പിടിച്ചൊരു ബെഗറാണ്. അത് കണ്ടാ സങ്കടം തോന്നും. അപ്പം എന്താ വേണ്ടേ? So she asked the beggar, what do you want? അപ്പൊ ഇച്ചിരി കഞ്ഞി കിട്ടിയാൽ മതി. So he asked for a little kanji. കഞ്ഞി വെള്ളമായാലും മതി. Even if it's just rice water. അങ്ങനെ കഞ്ഞി വെള്ളവുമായിട്ട് അമ്മച്ചി ഇങ്ങനെ വന്നു. So Amachi got some kanji vellam. ഈ ആർത്തിയോടെ ഈ മനുഷ്യൻ കുടിക്കുന്നത് അമ്മച്ചി ഇങ്ങനെ നോക്കി നിന്നു. And that beggar was really hungry and he drank it all. പക്ഷെ അമ്മച്ചിക്ക് അത് തീരുന്നിടം വരെ നിൽക്കാനായിട്ടുള്ള സമയമില്ല. But Amachi doesn't have the time to keep looking and standing there. കാരണം 9 മക്കൾ സ്കൂളിൽ നിന്ന് വരികയും ഭർത്താവ് തൊഴിൽ കഴിഞ്ഞ് വരും. അപ്പൊ ഇതിന് എല്ലാ ജോലികളും കഴിയണം. Because there's a lot of work. Her 9 children are also going to come back and husband is also going to come. സോ അമ്മച്ചി അകത്തേക്ക് വീട്ടിൽ പോയി. So she goes back inside the house. ഈ ധർമ്മക്കാരൻ അവിടെ നിന്ന് ഇങ്ങനെ കഞ്ഞി കുടിച്ചോണ്ടിരിക്കുകയാണ്. And this beggar is outside. He is continuing to drink that. അപ്പൊ കുടിച്ചെല്ലാം കഴിഞ്ഞപ്പോ അമ്മച്ചിയോട് വിളിച്ചു പറഞ്ഞു, അമ്മച്ചി പാത്രം. So after finishing, then he shouts the vessel. അപ്പൊ അമ്മച്ചി പറഞ്ഞു, So Amachi said, അവിടെ വെച്ചേരൂ. she said, just keep it there.
അവ ഈ കാര്യം ചെയ്യാൻ വേണ്ടി ഇദ്ദേഹം എന്ത് അറിയാമോ, ആ സ്റ്റീലിന്റെ പാത്രമായിരുന്നു, അത് ആ തറയിലൊന്ന് ഉരച്ചു, സ്പീഡിൽ ഉരച്ചപ്പോൾ ഒരു ശബ്ദം അമ്മയ്ക്ക് അടുക്കള കേട്ടു. ആ പാത്രം, സ്റ്റീലിന്റെ പാത്രം ഉരഞ്ഞല്ലോ, അവിടെ ഇരിപ്പുണ്ട്. So to keep this beggar, he just put it on the floor and making noise so that she would know that he has kept it there. അപ്പൊ അമ്മച്ചി ഓർത്തു, ആ ശരിയാ, ധർമ്മക്കാരൻ വിശ്വസനാണ്, കാരണം ആ പാത്രം അവിടെ വെച്ചിട്ടുണ്ടല്ലോ എന്ന് അമ്മച്ചി അടുക്കളയിൽ നിന്ന് ആശ്വാസിച്ചിരിക്കുകയാണ്. And so with that sound she came to know that this beggar has not stolen that vessel and he has kept it there. അമ്മച്ചി പണിയെല്ലാം കഴിഞ്ഞ് വരാന്തയിലോട്ട് വന്നു. After doing all her work, she comes back to the veranda. നോക്കിയപ്പോൾ ബഗറും ഇല്ല, പാത്രവും ഇല്ല, ഒന്നുമില്ല. So she is not able to find the vessel there. ശബ്ദം അമ്മച്ചി കേട്ടതാണ്, She heard the voice. പാത്രം വെക്കുന്ന ശബ്ദം അമ്മച്ചി കേട്ടതാണ്. She heard the voice of the vessel being kept there, പക്ഷെ പാത്രം ഇല്ല. but the vessel is not to be seen. നമ്മളും രക്ഷിക്കപ്പെട്ടപ്പോൾ ഇത് തന്നെയായിരുന്നു. Some have been saved in this way. ഒച്ചയിൽ നമ്മൾ പറഞ്ഞു, യേശുവിനെ ഞാൻ രക്ഷിതാവും കർത്താവുമായിട്ട് സ്വീകരിക്കും. With the sound it seems that we have accepted the Lord as Lord and Savior. പക്ഷെ ഇപ്പൊ ചെയ്യുന്നത് ആരാ? But what is happening today? നമ്മൾ എടുത്തുകൊണ്ട് പോവാ നമ്മുടെ പാത്രം. The vessel is not to be seen. നമ്മൾ നമ്മുടെ ഇഷ്ടം അനുസരിച്ചാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. We are doing things according to our own desire. ദൈവത്തോട് ആലോചന ചോദിക്കുന്നത് വളരെ ക്രൂഷ്യലായുള്ള കാര്യം വരുമ്പോൾ മാത്രം ദൈവത്തോട് ആലോചന ചോദിക്കും. And when do we consider God's will? Only when there's some very crucial thing. അല്ലാത്തപ്പോൾ എല്ലാം നമ്മുടെ ബുദ്ധി അനുസരിച്ചാണ് ചെയ്യുന്നത്. Everything else we do with our own reasoning. ഈ ആരാധനയെ കുറിച്ച് പറയുകയാണ്, നമ്മുടെ ശരീരങ്ങളെ ദൈവത്തിന് കൊടുക്കണം. Worship means it's an offering of oneself. നമ്മുടെ ശരീരങ്ങളെ ലാസ്റ്റ് എന്നാണ് നമ്മൾ ദൈവത്തിന് കൊടുത്തത്? When did we offer our bodies to Jesus? ലാസ്റ്റ് ടൈമിൽ എന്നാണ് നമ്മളെ തന്നെ ദൈവകരങ്ങളിലേക്ക് കൊടുത്ത ദിവസം? When have we offered ourselves to God's hands? നമ്മൾ ശുശ്രൂഷയ്ക്ക് പോകുമ്പോൾ എന്ത് പറയും? When we go for ministry, what do we say? ദൈവമേ, യാതൊരു കഴിവുമില്ല, അങ്ങ് സഹായിച്ചില്ലെങ്കിൽ ഒരു രക്ഷയില്ല, അങ്ങ് സഹായിക്കണേ. നമ്മുടെ മുഴുവൻ ആശ്രയം ദൈവത്തിലാണ്. When we are going for ministry, we say we do not have anything, everything you have to do, O Lord, so please be with us. നമ്മുടെ നെക്സ്റ്റ് ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ, നമുക്ക് ചെയ്യാൻ പറ്റത്തില്ലാത്തൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ നമ്മൾ പറയും, കർത്താവേ, അവിടുന്ന് അല്ലാതെ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ, എന്നെ സഹായിക്കണേ. Only when we reach a situation where we are unable to do anything, that is when we cry to God asking for His help. നമ്മൾ ചെറുതും വലുതുമായ എല്ലാ കാര്യത്തിലും ദൈവത്തിലാണോ ആശ്രയിക്കുന്നത്? Do we trust and rely on God for even the smaller things of our life? ചെറിയാൻ സാർ എഴുതിയ ഒരു മനോഹരമായ പാട്ട് മലയാളത്തിലുണ്ട്. There is a song written by Cherian sir. എത്ര നിസ്സാരമാം കാര്യമാണെങ്കിലും എന്നെ കൊണ്ടാവില്ല സാധിപ്പാൻ ദൈവമേ. Even if it's a very insignificant small matter, it is not in my strength to be able to do it. ഏതിനും നിൻ കൃപ വേണമെൻ നേരവും ഏഴയൻ ബലമെല്ലാം നിന്നിലാണ് യേശുവേ. And every little thing, little or big thing, I need to get my strength from you. അതാണ് ദൈവത്തിന് സമർപ്പിക്കുക എന്ന് പറഞ്ഞാൽ. That is what it means to submit yourself in God's hands. എന്ന് പറഞ്ഞാൽ നമ്മളെ കൊണ്ടൊന്നും സാധ്യമല്ല എന്നുള്ള കാര്യം നമ്മുടെ വീട്ടിൽ നമ്മുടെ കുഞ്ഞുമക്കളെ പഠിപ്പിക്കേണ്ടതാണ്. That means we have to teach inside the house that nothing is possible with our own strength. എൻ്റെ 16 വയസ്സ് വരെയുള്ള സമയത്ത് ഞാൻ പഠിച്ച മെമ്മറി വാക്യങ്ങൾ ഇന്നും എനിക്ക് ഓർമ്മയാണ്. And the memory verses that I have learned in my childhood, I remember even today. കാരണം എന്നറിയോ, എൻ്റെ അമ്മ എന്നോട് ബൈബിളിലെ ഒരു വാക്യമെങ്കിലും പഠിപ്പിക്കാതെ എന്നെ വൈകിട്ട് ഉറക്കത്തില്ല, വൈകിട്ട് കഞ്ഞി തരത്തില്ല. And the reason was my mother was so strict with me that without reciting the memory verse, I wouldn't even get the kanji. സോ അതുകൊണ്ട് ഞാൻ ഈ ബൈബിൾ മോർ ദാൻ 36 ടൈംസ് വായിച്ചു കഴിഞ്ഞു. I have read the whole Bible at least 36 times. എൻ്റെ അമ്മയുടെ സ്ട്രിക്റ്റ് ഉണ്ട്. Because of my mother's insistence. ഇല്ലേ, ഞാൻ ചെയ്യത്തില്ല. If left to me, I would not have done that. ഞാൻ എൻ്റെ അമ്മയെ വിളിക്കുന്ന പട്ടാളം എന്നാണ് വിളിക്കുന്നത്, പട്ടാളം. I call my mother military. എന്നാ സ്ട്രിക്റ്റ് ആയിരുന്നു അറിയാം. She was very strict. അപ്പോൾ ഞാൻ വിചാരിക്കും, ഈ അമ്മ എന്തോ ഒരു കഷ്ടം. I used to think, what kind of mother is this? പക്ഷെ ഇപ്പം ഞാൻ അമ്മയോട് ദൈവത്തെ സ്തുതിക്കും. But today I give glory to God for her. കാരണം അങ്ങനെ ഒരു അമ്മ ഉണ്ടായിരുന്നുകൊണ്ടാണ് ഞാൻ എന്ന് പറയുന്ന ഒരാളുണ്ടായത്. Because of that, that's how my mother was, that's how
that is the reason I am here today. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ചെറുപ്പക്കാർ നിങ്ങളുടെ മമ്മിമാർ നിങ്ങളോട് സ്ട്രെസ്സായിട്ട് പറയുമ്പം, കർശനമായിട്ട് പറയുമ്പോൾ നിങ്ങൾക്ക് ആ ചിന്ത ഉണ്ടാകാൻ സാധ്യതയുണ്ട്. And even the young children here today, you might feel that what is this mother, she is always scolding me. ഭയങ്കര ക്രൂവലായിട്ടൊരു മമ്മിയാണല്ലോ എന്നൊക്കെ തോന്നും. My mother is always scolding me. പക്ഷേ നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി മാത്രമാണ്. But it is for your own good. അത് കുറച്ച് നാൾ കഴിഞ്ഞേ നിങ്ങൾക്ക് അറിയത്തുള്ളൂ. You will realize this only later in life. അതുകൊണ്ട് നമ്മുടെ കുടുംബ പ്രാർത്ഥനകളിൽ നമ്മുടെ കുഞ്ഞുങ്ങളോട് നമ്മളെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് നമ്മൾ പറയണം. And so in the family time, we have to stress this matter, how we need to submit ourselves into നമുക്ക് God's hand. സമയമില്ലല്ലോ. We don't have time. അതുകൊണ്ട് വേഗത്തിലൊരു പാട്ട്, So we'll just quickly sing a song, 23 സങ്കീർത്തനം, read Psalm 23, അതിന് പിന്നെ പെട്ടെന്ന് ഒരാൾ പ്രാർത്ഥിക്കുക, അവസാനിപ്പിക്കുക. and then one person prays and close the matter. 23 സങ്കീർത്തനം എത്ര പ്രാവശ്യം നമ്മൾ വായിച്ചു കഴിഞ്ഞു കുടുംബ പ്രാർത്ഥനയ്ക്ക്? How many times have we read Psalm 23? ഓക്കെ, അങ്ങനെ ഒരു കാര്യമുണ്ടല്ലോ. നമ്മൾ എന്ത് ചെയ്യണം? ഏറ്റവും ബെസ്റ്റാക്കി കുടുംബ പ്രാർത്ഥന ചെയ്യാൻ ചില സജഷൻസ് ഞാൻ പറയാൻ പോവാണ്. So let's look at how to make the family prayer more effective. ഒന്നാമത്തെ കാര്യം, എല്ലാവരും അംഗങ്ങളും പങ്കെടുക്കാൻ വേണ്ടി ഒരു സെലക്റ്റീവായുള്ള ടൈം വേണം. It is a time where all the members of the family are able to come together. ഞാൻ പോയി വർക്ക് ചെയ്താണ് ഞങ്ങളുടെ ചർച്ച ഉണ്ടായത്. So when I worked in Nelliyadi, that's how the church came to be there. അതുകൊണ്ട് എൻ്റെ ചർച്ചിലുള്ളവരോട് എനിക്ക് ഭയങ്കര കമ്മിറ്റ്മെന്റ് ആണ്, അവർക്കും എന്നോട് ഭയങ്കര കമ്മിറ്റ്മെന്റ് ആണ്. So I'm very committed to the saints over there, and they are also very committed to me. ഞങ്ങളുടെ 18 ഫാമിലി ഉണ്ട് ഞങ്ങളുടെ ചർച്ചിൽ. In our church, there are 18 families, ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥനയ്ക്ക് ഭയങ്കര സ്ട്രിക്ട്നെസ് ആണ്. and we give a lot of importance to the family prayer. വൈകുന്നേരം 7 to 8 o'clockലാണ് ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥന. And we have the family prayer during the 7 to 8 in the evening. ആ സമയത്ത് ആരുടെയെങ്കിലും കുടുംബ പ്രാർത്ഥന ഉണ്ടോ എന്നറിയാൻ അന്ന് എനിക്ക് ബൈക്ക് ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് ഒരു സ്ഥലത്ത് പല വീട്ടിലും കൊണ്ട് നിർത്തി വെച്ചിട്ട് നടന്ന് എന്ന് നോക്കും അവിടെ കുടുംബ പ്രാർത്ഥന ഉണ്ടോ എന്ന്, ആ സമയത്ത് ഉണ്ടോ എന്നറിയാൻ. So I used to go around all the houses, and with the bike I used to travel and see whether the family prayer is happening or not. രാവിലെ വ്യത്യാസമാണ്, കാരണം ഞങ്ങളുടെ ചർച്ചിലുള്ള എല്ലാവരും കൃഷിക്കാരാണ്. During the morning time, most of the people there, they are farmers. അപ്പോൾ റബ്ബർ ടാപ്പ് ചെയ്യാൻ പോകണം, രാവിലത്തെ ഒരുപാട് ചെയ്യണം. അതുകൊണ്ട് രാവിലെ ഞങ്ങൾ ടൈമില്ല. 6 മണി മുതൽ 6:30, 5:30 അങ്ങനെയുള്ള സമയത്ത് മാത്രമാണ്. പക്ഷെ അത് വളരെ സ്ട്രിക്റ്റ് ആണ്. So there are a lot of work that they need to do in the early morning, but their morning time also they have division. ഇപ്പൊ ഞാൻ ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ ഫോണിനകത്ത് വാട്സപ്പിനകത്ത് ഞാൻ നോക്കും 7 to 8 ആരെങ്കിലും ഓൺലൈൻ ഉണ്ടോ എന്ന് ഞാൻ ചെക്ക് ചെയ്യും. ഇപ്പം Now I monitor the WhatsApp during 7 to 8 if anybody is online. ചിലര് പിള്ളേരല്ലേ ടൈം സ്റ്റോപ്പ് ചെയ്തു, ചിലര് പിള്ളേര് വാട്സപ്പിൽ ടൈം ഹൈഡ് ചെയ്യും. Some smart children, they are able to hide this. ഞാൻ അമ്മമാരെ ഷൗട്ട് ചെയ്യും, എനിക്ക് ടൈം കണ്ടിട്ട് എനിക്കറിയണം. ഷൗട്ട് ചെയ്തിട്ട് അമ്മമാരെ സമയമാക്കിയിടും. So I scold them for that, and then they enable it again. കാരണം ബാംഗ്ലൂരിലുണ്ട് കുറച്ച് പേര് പഠിക്കുന്നുണ്ട്, മാംഗ്ലൂരിലുണ്ട്, മൈസൂരുണ്ട്. ഇവന്മാരും ടൈമിനാണോ അവിടെ ചെയ്യുന്നുണ്ടോ എന്ന് അറിയാൻ കറക്റ്റായിട്ട് ഞാൻ ഫോളോ ചെയ്യാണ്. And I observe their online timings wherever these children are studying. ഞാൻ പറയുന്നത് എൻ്റെ ചർച്ചിലുള്ള കാര്യത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. I'm just telling how it is in my church. നമ്മുടെ വീടുകളിൽ കറക്റ്റായിട്ടുള്ള പ്രാർത്ഥന, കുടുംബ പ്രാർത്ഥന മസ്റ്റാണ്. And we must have a discipline about the family prayer. ഇതുവരെ നമ്മുടെ കുടുംബത്തിൽ അത് ഡിസിപ്ലിൻ ആയിട്ടില്ലെങ്കിൽ ഇന്ന് സ്റ്റാർട്ട് ചെയ്യണം. If it has not been done in a disciplined way, then you must start today. ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. It is the best thing. എല്ലാവർക്കും സമയം അനുയോജ്യമായ ഒരു സമയത്ത് നമ്മൾ തിരഞ്ഞെടുക്കണം. And we must find a time where everybody is able to come together. രണ്ടാമത്, ഒരു സ്ഥിരമായ സമയം ഉണ്ടാകണം. Second thing, that time must be consistent. എപ്പോഴെങ്കിലും അല്ല, Not whenever possible. അതിന് സ്ഥിരമായ സമയം ഉണ്ടാകണം. Special time should be ഞാൻ consistent. പറഞ്ഞല്ലോ, ഞങ്ങൾ 7 to 8 എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ നേരത്തെ ഉണ്ടായിരുന്ന ടൈം. So we decided on 7 p.m. അതുകൊണ്ട് ഇപ്പൊ ഞങ്ങൾ 7 to 9 ആക്കി. So now we have increased the range to 7 to 9. കാരണം ചിലര് ബാംഗ്ലൂരിലാണ്, Because some people are in Bangalore. രണ്ടുപേര് പഞ്ചാബിലുണ്ട്. There are 2 in Punjab. അപ്പൊ അവർ മിലിറ്ററിയിലൊക്കെ ഉള്ളവരാണ്. അപ്പൊ അവർക്ക് ഈ 7 to 8 എന്നൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് 7 to 9 ആണ്. So some of them are not able to join at 7. So we have increased the time range till 9.
ഇപ്പൊ എബ്രഹാം സംഘങ്ങൾ അറിയാം, അദ്ദേഹത്തിന്റെ ഒരു ഫ്രണ്ട് ഞങ്ങളുടെ ചർച്ചിലുണ്ട്. അവൻ മിലിറ്ററിയിൽ ഏറ്റവും ഹയർ ഓഫീസറാണ്, ഒരു മേജറാണ്. അദ്ദേഹത്തിന് ആ 7 to 8 എന്ന് പറ്റത്തില്ല, അതുകൊണ്ട് 9ലേക്ക് ഞങ്ങൾ ഷിഫ്റ്റ് ചെയ്തത് അതുകൊണ്ടാണ്. കാരണം ഒരേ സമയത്ത് എല്ലാ കുടുംബ പ്രാർത്ഥനകളും നടക്കാൻ വേണ്ടി. So we have increased the time till 9 o'clock because so that all the families in the church, they are able to pray together. നിങ്ങൾക്കൊരു പക്ഷേ അത് സാധ്യമല്ല കാര്യമായില്ലായിരിക്കാം, കാരണം ആ 7 to 9 എന്നുള്ളത് പറ്റത്തില്ലായിരിക്കാം. It may not be possible for all the families to be at the same time probably. കാരണം നിങ്ങൾ വർക്ക് ഫ്രം ഹോം ഉള്ളവരുണ്ട്, അവിടെ വർക്ക് ചെയ്യുന്നവരുണ്ട്. പക്ഷേ നിങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവരും ചേർന്ന് ഒരുമിച്ചിരിക്കാൻ പറ്റിയ പ്രോപ്പറായുള്ള ടൈം നിങ്ങൾ എടുക്കേണ്ടത് വളരെ ആവശ്യമാണ്. But you in your own family, you need to figure out a proper time where everybody is able to gather. ഇനി അതിനകത്ത് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. Now within this family prayer, what are the things to be done? നമുക്ക് ദൈവത്തെ ആരാധിക്കാനായിട്ട് പറ്റണം. We must be able to worship God. തെറ്റിദ്ധരിക്കരുത്, കർത്തൃമേശ ഇല്ലാത്ത ആരാധന അല്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വിവാദങ്ങളുണ്ട്. ഞാൻ അതൊന്നും പറയുന്നില്ല. We are not talking about the Lord's table here. എന്നാൽ കുടുംബത്തിൽ ആരാധന എന്ന് പറയുന്നത് ദൈവത്തെ മഹത്വീകരിക്കുക, കർത്താവ് അവിടുന്ന് ഉന്നതനാണല്ലോ എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വീകരിക്കാനുള്ള ഒരു സമയം അവിടെ ഉണ്ടാകണം. So it is a time where we worship God, adore God and give glory. നമ്മൾ പാപങ്ങൾ ഏറ്റുപറയുന്ന സന്ദർഭമുണ്ടോ? There is also a time for confessing of sin. നമ്മുടെ പാപങ്ങൾ നമ്മൾ ലാസ്റ്റ് ദൈവത്തോട് ഏറ്റുപറഞ്ഞത് എന്നാ? When did you last confess your sin? ഉത്തരം പറയണ്ട, നിങ്ങളോട് തന്നെയാണ് ചോദ്യം. You don't have to answer loudly, just നമ്മുടെ പാപങ്ങളൊക്കെ വന്നിട്ട് ആ പാപങ്ങളൊക്കെ ഏറ്റുപറഞ്ഞ ഒരു അവസരമുണ്ടോ? is there a context in which we have confessed your sin? ഞങ്ങളുടെ ഒരു അമ്മച്ചി ഉണ്ടായിരുന്നു. There was an Ammachi. ഞാൻ അമ്മച്ചിയെ കാണാൻ ഇടയ്ക്കിടയ്ക്ക് പോകും, നാട്ടിലാണ്. She is in Kerala. I do visit her sometimes. അപ്പൊ അമ്മച്ചി പോകുമ്പോൾ ഒരു ദിവസം ഞാൻ ശനിയാഴ്ച അവിടെ എത്തി. One Saturday I reached her place. കാരണം എനിക്ക് ഈ പ്രായമുള്ളവരെ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ്, അവരോട് ഒരുമിച്ച് കുറെ സമയം ചെലവഴിക്കുന്നതിൻ്റെ ഒരു ഫേവററ്റ് ആയ ഒരു കാര്യമാണ്. And I like to visit them and spend time with old people. അപ്പൊ ഞാൻ ഈ ശനിയാഴ്ച അമ്മച്ചി ചെന്നപ്പോൾ അമ്മച്ചി രാവിലെ വൈകുന്നേരം ഒരു ഈർക്കിലൊക്കെ എടുത്ത് ഇങ്ങനെ കൈ വെച്ചിരിക്കുകയാണ്. And she's sitting in the evening. She's having this irkali, toothpick. അതെടുത്തിട്ട് ഇങ്ങനെ ഈ പല്ലിനിടയ്ക്കുള്ള സാധനങ്ങൾ ഇങ്ങനെ കുത്തി കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. So she is cleaning her teeth with it. ഞാൻ എന്താ വെച്ചാൽ അമ്മച്ചി, So I asked her, what happened, Ammachi? മോനെ കഴിഞ്ഞ ആഴ്ചയെല്ലാം ഞാൻ ഈ ഗുഡ്കയൊക്കെ കഴിച്ചിട്ടുണ്ട്, അത് കുത്തിക്കളയാണ്. So last week I had eaten a lot of gutka, so I'm just cleaning my teeth. അതിനെന്തിനാ ഇന്ന് ചെയ്യുന്നേ? So I asked her, why are you cleaning today? നാളെ തിരുവത്താഴമുള്ളവന്റെ. So she said, tomorrow I have to go to church, that's why. ലോർഡ്സ് ടേബിൾ. There's Lord's table. അതെടുക്കണം തിരുവത്താഴം എടുക്കണം. I need to partake from the Lord's table. അപ്പൊ ഞാൻ എൻ്റെ വൈഫും എൻ്റെ മോനും എല്ലാം കൂടെ ചിരിച്ചു. So we just smiled at this. അവര് പറഞ്ഞു, മോനൊക്കെ ചോദിച്ചു ഇങ്ങനെയാണോ അമ്മച്ചി ചെയ്യുന്നേ? So my son asked, is this how we do? അപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ അവനെ കൊച്ചിറക്കനാണെങ്കിൽ പറഞ്ഞു അങ്ങനൊന്നുമില്ല, അമ്മച്ചിക്ക് ആ ബോധമെങ്കിലും ഉണ്ടല്ലോ, ശനിയാഴ്ചയായിട്ട് ഇത് കുത്തിക്കളയണമെന്നുള്ള ബോധ്യമെങ്കിലും ഉണ്ടല്ലോ എന്ന് ഞാൻ പറഞ്ഞു. So I just said, at least Ammachi has that realization that on Saturday I need to clean my. നമ്മളെല്ലാ പരിപാടികളും ചെയ്തിട്ട് ഞായറാഴ്ച വന്ന് മേശ മുറിച്ചില്ലെങ്കിൽ എന്തോ ഒരു പ്രശ്നമാണെന്ന് വിചാരിച്ചാൽ വരുന്നു. And after living in any way during Monday to Saturday, we just come casually on Sunday and partake. നമ്മൾ ഓർക്കേണ്ട ഒരു വലിയ കാര്യമുണ്ട്. മേശയ്ക്ക് നമ്മൾ ഒരുമിച്ചിരിക്കുമ്പോൾ നമ്മുടെ വ്യക്തിപരമായ പാപങ്ങൾ, നമ്മൾ ചെയ്തിട്ടുള്ള ചിന്താഗതിയിലുള്ള പാപങ്ങൾ, നോട്ടത്തിൽ വന്നിട്ടുള്ള പാപങ്ങൾ എല്ലാം ഓർക്കുന്നതൊക്കെ ഒന്ന് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കേണ്ടത് നമ്മുടെ ഏറ്റവും വലിയൊരു കടമയാണ്. Before we partake from the Lord's table, it is important to confess our sin that we have done during the past days. ആ കർത്തൃമേശയുടെ വരുന്നതിന് അന്നേരം ഇരുന്ന് ചെയ്യാനല്ല ബൈബിളിൽ പറഞ്ഞിട്ടുള്ളത്. It is not a confession that is done right at the moment of partaking from the bread. നമ്മുടെ ജീവിതത്തിലുള്ള കുറവുകളെല്ലാം ദൈവത്തിന് മുമ്പാകെ ഏറ്റു പറയണം. We must confess our sins before God. ഞാൻ പറയുന്നത് കുടുംബ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ വൈകിട്ട് തന്നെ നമുക്കതെല്ലാം പറയാൻ പറ്റും. And this gives us a very good opportunity during the evening prayer. മൂന്നാമത്തെ കാര്യം, And the third thing, നമ്മൾ ബൈബിൾ വായിക്കണം. we must read God's word. വായിക്കാറുണ്ടോ? Do we read it? ഡെയിലി ബൈബിൾ വായിക്കാറുണ്ടോ? Do we daily read the Bible? നോ ആൻസേഴ്സ്. Yes. No. ഞങ്ങളുടെ ചർച്ച ഞാൻ യൂത്തിന് ചെയ്യുന്നൊരു കാര്യം കൂടെ പറയാം. One more thing we do with the youth in our church. ഓരോ ബുക്ക് ഞാൻ മേടിച്ചു കൊടുത്തിരിക്കുകയാണ് എല്ലാ സൺഡേ സ്കൂൾ കുട്ടികൾക്കും. I have bought many books and given to the Sunday school children. 16 കുഞ്ഞുങ്ങളുണ്ട്, 16 ബുക്കാണ്. There are 16 books for the 16 children. അവരുടെ ബുക്കല്ല, It's not their book. ഞാൻ വില കൊടുത്ത് മേടിച്ച ബുക്കാണ്. I have bought that book.
ആ ബുക്ക് എപ്പോഴും പരിശോധിക്കാനുള്ള റൈറ്റ് എനിക്കുണ്ട്. So I have the right to inspect that book anytime. ക്വയറ്റ് ടൈം എഴുതുമ്പം രാവിലെ MD എന്ന് എഴുതണം, മോർണിംഗ് ഡിവോഷൻ അതിനകത്ത് എഴുതണം. So they have to write in their quiet time devotion, morning time they will write MD. ഈവനിങ് ആണ് ചെയ്യുന്നതിൽ ED എന്ന് എഴുതണം, ഈവനിങ് ഡിവോഷൻ എഴുതണം. And if they are writing for the evening devotion, they will write ED. ഞാൻ 1-ാം സങ്കീർത്തനം മുതലാണ് ഈ വർഷം കൊടുത്തിരിക്കുന്നത്. And I have given them from Psalm 1 this year. എല്ലാ സൺഡേയും വരുമ്പോൾ ഈ ബുക്ക് കൊണ്ടുവരണം. So they must bring this book every Sunday. ഞാൻ ഇൻസ്പെക്ഷൻ ചെയ്യും, ഇത് ചെയ്തിട്ടുണ്ടോ. I'll inspect those books. ചിലത് കന്നഡയിലാണ്, അത് ചെക്ക് ചെയ്യും. ചിലത് ഇംഗ്ലീഷിലാണ്, ചെക്ക് ചെയ്യും. So they will write in Kannada or English. I will check all of their books. എന്നിട്ട് അവർക്ക് മാർക്ക് കൊടുക്കും. I'll give marks to them. ഓരോ 3 മാസം കഴിയുമ്പോൾ ഒരു അവാർഡ് കൊടുക്കും. And after 3 months, I'll give an award to them. മാർച്ച് ലാസ്റ്റിൽ അവാർഡിനുള്ള സമയമായി. So now March end, I have to give. ഇപ്പം ഭയങ്കര വാശിയാണ് അടുത്ത ആളുകൾ തമ്മിൽ, 16 പേര് തമ്മിൽ വാശിയാണ്. So there is a competition between those 16 children. ആരാണ് ബെസ്റ്റ് ആയിട്ട് എഴുതിയിട്ടുള്ളത്? Who will write the devotion in the best way? എല്ലാ ദിവസവും കൃത്യമായിട്ട് എഴുതിയിട്ടുള്ള ആരാണ്? So who has written regularly every day? നമ്മുടെ പിള്ളേരാണല്ലോ. These are our children. അതിനൊരു ടെംപ്ടേഷൻ ഉണ്ട്. So there will be this temptation. ഒരു ദിവസം ഇരുന്ന് എല്ലാം അങ്ങ് എഴുതും. So they will write many of the devotions on the same day for different days. ഞാൻ ഈ പിള്ളേരുടെ ആയതുകൊണ്ട് ഈ ചൈൽഡ് സൈക്കോളജിയും മെന്റലിസവും എല്ലാം പഠിച്ചിട്ടുള്ള ആളാണ്. So I have studied the child psychology and how minds work. അപ്പോൾ ഇതെല്ലാം ഞാൻ നീ ഇന്ന് ഇത് എത്ര ദിവസം കൊണ്ടാണ് എഴുതി ഇതെല്ലാം? So I asked one kid, how many days you wrote this? എനിക്കറിയാം, നീ ഒരേ ദിവസം വൈകുന്നേരം ഇതെല്ലാം എഴുതി എനിക്കറിയാം. I know that on a single day you have written all of these. അവൻ സമ്മതിക്കും. Then he will say yes. കാരണം എന്താണെന്നറിയോ? You know why? നമ്മൾ ഒരേ ദിവസം എഴുതുമ്പോൾ നമ്മുടെ ഹാൻഡ് റൈറ്റിംഗ് എല്ലാം ഈസിയാണ്, സെയിം ആയിരിക്കും, സിമിലർ ആയിരിക്കും. So when we write on the same day, the handwriting would be exactly same. അല്ലാതെ മെന്റലിസം ഒന്നും പഠിക്കണമെന്നൊന്നുമില്ല. You don't have to know child psychology for that. അവന് സിമ്പിൾ, അവനെ പിടിക്കും എല്ലാ ദിവസവും നീ ചെയ്തെങ്കിൽ. So I'll easily catch him that you have written this all of in one day. എന്തിനാ ഞാനിത് ചെയ്യുന്നറിയോ? Why I do that? എൻ്റെ ചർച്ചിലുള്ളവരെ വിവാഹം കഴിച്ച് വിട്ടാലും അവർ പോകുന്ന സ്ഥലത്ത് നല്ല അനുഗ്രഹിക്കപ്പെട്ടവരാകണം. So even these children from my church, when they go out to different places, if they get married, they must be a blessing in that place. എൻ്റെ ചർച്ചയിൽ നിന്ന് വേറൊരിടത്ത് പോയിട്ടുണ്ടോ, അവരവിടെ ശുശ്രൂഷിക്കുന്നത് അനുഗ്രഹമായിട്ടായിരിക്കണം. And if from my church anybody has gone out to any other place, they must be a blessing. അതുകൊണ്ട് ഞാൻ അവരോട് ഒരു പ്രിൻസിപ്പിൾ പറഞ്ഞ ഇങ്ങനെയാണ്. This is the principle I told them. ഞാൻ സാധാരണ ചെയ്യുന്ന ഒരു പ്രിൻസിപ്പിളാണ്. It is something I follow myself. രാവിലെ എഴുന്നേറ്റാൽ ഉടനെ എൻ്റെ ഫസ്റ്റ് talk with God. So in the morning, the first thing I do is to have a conversation with God. എൻ്റെ ഭാര്യയോട് എന്തെങ്കിലും പറയുന്നതിന് മുമ്പ്, Before I speak to my wife, ഞാൻ എഴുന്നേറ്റ് പോവുകയാണ് എന്ന് പറയുന്നതിന് മുമ്പ്, before I say I am leaving, ഞാൻ പ്രാർത്ഥിച്ചിട്ട് വേറൊരാളോട് സംസാരിക്കുകയുള്ളൂ. only after prayer I will speak to anybody else. ഞാൻ ഒരു ദിവസം 450 ഗ്രൂപ്പിൽ മെസ്സേജ് വിടുന്നുണ്ട്. I am sending a message to around 450 groups. ജീവസന്ദേശം ഒരു ഓഡിയോ ഡെയിലി വിടുന്നുണ്ട്. Audio called Jiva Sandesham, every day I send. ഏകദേശം 1 മണിക്കൂർ എടുക്കും അത് സെൻഡ് ചെയ്യാനാണ്. കാരണം 5 എണ്ണം വീതം മാർക്ക് ചെയ്ത് അയക്കാൻ പറ്റത്തുള്ളൂ. So it takes me about 1 hour for doing this activity. പക്ഷെ അതിനു മുമ്പ് ആദ്യം ഞാൻ വായിക്കുന്നത് ബൈബിളാണ്. But before doing that, I read the scripture. ഒരു പോർഷൻ വായിക്കും. I read a portion of it. ഞാൻ അവരോട് പറഞ്ഞു, ഇതേ പ്രിൻസിപ്പിൾ ഞാൻ അവരോട് പറഞ്ഞിരിക്കുകയാണ്. And this same principle I have told my children as well. എൻ്റെ യങ് സ്റ്റുഡൻസിനോട് ഞാൻ പറയുന്നത് സെയിം പ്രിൻസിപ്പിൾ യു ക്യാൻ പ്രാക്ടീസ് ഇൻ യുവർ ലൈഫ്. And I will suggest this to all the young people here. നിങ്ങൾ എന്തെങ്കിലും സംസാരിക്കുന്നതിന് മുമ്പ് ദൈവത്തോട് ആദ്യം സംസാരിക്കുക. Before you do anything in your life, speaking to anyone, you speak to God. നിങ്ങൾ വേറെ എന്തെങ്കിലും ബുക്കുകളോ വാട്സപ്പോ നോക്കുന്നതിന് മുമ്പ്, ഇൻസ്റ്റാഗ്രാമോ നോക്കുന്നതിന് മുമ്പ് ബൈബിൾ ഒന്ന് വായിച്ചു നോക്കുക. Before looking at any other thing of this world, first go through the Bible. ദൈവവചനം കേൾക്കണം. You must listen to God's word. കുടുംബ പ്രാർത്ഥനയിൽ അടുത്ത് ഷെയറിംഗ് ദ വേർഡ് ഓഫ് ഗോഡ്. And the next thing is to share from the word of God. ഞങ്ങൾ ഇന്ന് രാവിലെ വായിച്ചത് 34 സങ്കീർത്തനമാണ്. ഞാനും പൗലോസ് അങ്കിളും ആന്റിയൊക്കെ വായിച്ചു. Today, this morning, we read Psalm 34. അതിന് ഒരു പദം എന്നെ ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തു. And one verse was very striking in that. എന്താണെന്നറിയോ? What was that? അവന്റെ ഭക്തന്മാർക്ക് ഒന്നിനും മുട്ടില്ല. And his righteous ones, they won't suffer anything. ഒരുപാട് തവണ വായിച്ചിട്ടുള്ളതാണെങ്കിലും We have heard this a lot of times. അത് ഇന്ന് രാവിലെ വായിച്ചപ്പോൾ എന്നെ ഒന്ന് സ്ട്രൈക്ക് ചെയ്തു. This morning it struck me in a different note. അവന്റെ ഭക്തന്മാർക്ക് ഒന്നിനും മുട്ടില്ല. His righteous ones will not suffer. നമ്മുടെ ജീവിതത്തിൽ അത് ഓർക്കണം.
We must remember this in our life. നമ്മുടെ കുടുംബ പ്രാർത്ഥനയിൽ മക്കളോട് നമ്മൾ ദൈവത്തിന്റെ വചനം വായിക്കുന്ന ഭാഗത്തു നിന്ന് ഒരു കാര്യം നമുക്കറിയാവുന്ന പോലെ പറഞ്ഞു കൊടുക്കണം. And the way we understand what we have read, what we have understood, we must explain it to the family. അവസാനത്തെ കാര്യം നമ്മൾ മധ്യസ്ഥത ചെയ്യണം. And the final thing is we must intercede in prayer. ഞങ്ങൾ ചെയ്യുന്ന ഒരു ഫോളോ ഞാൻ പറയാൻ പോവാണ്. So I'm just going to tell a form how we do this. മൺഡേ ഞങ്ങൾ ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഞങ്ങളുടെ ഫാമിലി കലണ്ടർ ഇതാണ്. This is the calendar we follow. On Monday we pray for the relatives, those who are not saved. രക്ഷിക്കപ്പെടാത്തവരെയാണ് ഞങ്ങളുടെ ലിസ്റ്റ് ഉണ്ട്. രക്ഷിക്കപ്പെടാത്ത ഞങ്ങൾ സുവിശേഷം പറഞ്ഞാൽ രക്ഷിക്കപ്പെടാത്തവരെ വെച്ചാണ് മൺഡേയിൽ ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥനയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. So on Monday we pray specifically for those who are not saved. ട്യൂസ്ഡേ ഞങ്ങൾ ചെയ്യുന്നത് ഞങ്ങളുടെ എക്സ്റ്റെൻഡഡ് ഫാമിലീസ് ആണ്. എൻ്റെ കസിൻസ്, ഫസ്റ്റ് കസിൻസ്, സെക്കൻഡ് കസിൻസ്, ഞങ്ങളുടെ റിലേഷനിൽപ്പെട്ട എല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കുന്ന ഡേ ആണ് ട്യൂസ്ഡേ. And on Tuesday we pray for our extended families, our cousins, brothers and sisters. വെനസ്ഡേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് ഒരു പ്രേ ഫോർ ദ വേൾഡ് എന്ന് പറഞ്ഞൊരു ബുക്കുണ്ട്. അതിനകത്ത് ഓരോ രാജ്യങ്ങളിൽ എവിടെയൊക്കെയാണ്. അപ്പോൾ എൻ്റെ മക്കൾക്ക് എല്ലാം ഈ രാജ്യങ്ങളുടെ പേരറിയാം. കാരണം അവിടെ എത്ര ബ്രദറുകാരുണ്ടെന്ന് അറിയാം. ജനറലി അറിയത്തുള്ളൂ, അതെല്ലാം അറിയാം. കാരണം എന്തിനാ, ഞങ്ങൾ വീട്ടിൽ ഈ വെനസ്ഡേസിൽ ഞങ്ങൾ ഓർക്കുന്നത് ഭാരതത്തിലും ലോകത്തിലുള്ള രാജ്യങ്ങളെ ഓർത്തുള്ള പ്രാർത്ഥനയാണ്. On Wednesday we pray specifically for different countries, and this way my children have also known so many countries, how many brethren are there in those countries as well, different information. വ്യാഴാഴ്ച ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് പേഷ്യൻസിന് വേണ്ടിയാണ്. On Thursday we pray for those who are sick, widows. ഞാൻ ഇവിടെ വന്നുടനെ ഞാൻ ആന്റിയോട് ചോദിച്ചു, I asked ലില്ലിയാന്റിയോട് ചോദിച്ചു, ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു മോൾ ഇവിടെ ഉണ്ട്. I pray for a sister here. ഞാൻ പറഞ്ഞു, എനിക്ക് ആ മോൾ ഇവിടെ തന്നെ ഉണ്ടോ എന്ന് ഞാൻ ചോദിച്ചു. I inquired about her. കാരണം ഞങ്ങൾ എല്ലാ തേഴ്സ്ഡേസിലും ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഇങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയാണ്. Every Thursday we pray for such people. ചെന്നൈയിൽ എനിക്കൊരു ഒരു മോളുണ്ട്, ഇതുപോലെ എബിൻ്റെ വൈഫ്. അവളും വിധവയാണ്. ആ മോൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. And similarly we have a sister in Chennai as well, Abin's wife. ഇവിടെയുള്ള മോളെ ഞാൻ ഇന്നാണ് കാണുന്നത്. ഞാൻ കണ്ടിട്ട് പോലില്ല. ഫ്യൂണറലിൽ മാത്രം ഞാൻ അറ്റൻഡ് ചെയ്യാൻ യൂട്യൂബിൽ കണ്ടിട്ടാണ് ഞങ്ങൾ ചെയ്യുന്നത്. And today only I was able to meet sister here. നമുക്ക് ലോകത്തിലുള്ള എത്രയോ പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. We are praying for so many people in the world. ഇങ്ങനെ ഒന്ന് ലിസ്റ്റ് ചെയ്ത് നോക്കി. Just list the people. ഈ ഫ്രൈഡേ ഞങ്ങൾ ചെയ്യുന്നത് സുവിശേഷീകരണത്തിന് വേണ്ടിയാണ്. ലോകത്തിലുള്ള ഞങ്ങൾ ചർച്ച ചെയ്യുന്ന സുവിശേഷീകരണവും ഞങ്ങൾ ചർച്ച ചെയ്യുന്ന 2 പ്രധാനപ്പെട്ട വില്ലേജുകളിൽ ഇപ്പോൾ ഞങ്ങൾ സുവിശേഷം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. On Friday we pray for the church's evangelism work that is happening. മാംഗ്ലൂരിൽ ഞങ്ങളുടെ പുതിയ വർക്ക് സ്റ്റാർട്ട് ചെയ്തു. We started a work near Mangalore. ചാർമാടിയിൽ ഞങ്ങളുടെ ചർച്ച തുടങ്ങി. അവിടെ ഞങ്ങൾ ആ ഏരിയയിൽ പുതിയ സുവിശേഷീകരണം തുടങ്ങി. And a new church was started in Charmadi. അവിടെ ആ സുവിശേഷ പ്രവർത്തനത്തെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. We are praying for that work that is happening. സാറ്റർഡേ ഞങ്ങൾ ചെയ്യുന്നത് ഞങ്ങളുടെ ഏറ്റവും ചർച്ചിലുള്ള ആളുകളുടെയും അവർ ചിൽഡ്രൻ ഞാൻ ഉദ്ദേശിച്ചത് ഞങ്ങളുടെ ചർച്ചിലുള്ള ആളുകളുടെ വിവാഹത്തിന് വേണ്ടിയും അവരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കുക. On Saturday we pray for the education and the marriage of our children of our church. ഞങ്ങളുടെ ചർച്ചിൽ മാത്രമല്ല, ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു മോന്റെ കാര്യം പറഞ്ഞു. അവന് ഫീസ് കൊടുക്കാനായിട്ടില്ലാതെ അവന്റെ ക്ലാസ് മുമ്പോട്ട് പോകത്തില്ല. ജസ്റ്റ് ഒരു ഫോൺ കോൾ ഒരാൾ ചെയ്തതാണ്. And I came to know about a child who was not able to pay his fees. അവന് CA പഠിക്കുകയാണ്. He is studying for CA. ഭയങ്കര ബ്രില്യന്റ് സ്റ്റുഡന്റ് ആണ്. He is a very brilliant student. ഒരു ഗ്രാമത്തിൽ നിന്ന് വളർന്നു വന്നതാണ്. He's come up from a village. അവന് ഫീസ് ഇല്ലാതെ അവന് 6 മാസം പഠിക്കാൻ പറ്റിയില്ല. And because he was unable to pay the fees, he couldn't study for the last 6 months. എൻ്റെ 2 ക്ലോസ് ഫ്രണ്ടിനോട് ഞാൻ കാര്യങ്ങൾ സംസാരിച്ചു. I spoke to a few of my close friends. അവർ രണ്ടുപേരും തമ്മിൽ അദ്ദേഹത്തിന് ഫീസ് തന്നു. ഈ വർഷത്തെ ഫീസ് അവർ തന്നു. So they provided for the fees for this year. ആ മോൻ ഫസ്റ്റ് ക്ലാസ്സോടുകൂടി പാസ്സായി. And that boy, he has cleared it with first class. നെക്സ്റ്റ് ഇയർ എങ്ങനെയാണെന്ന് ഞങ്ങൾക്ക് അറിയില്ല. Next year how it will be, we don't know. പഠിക്കാനായിട്ട് പണമില്ലാത്ത എത്രയോ പേരുണ്ട്. There are so many amongst us who are unable to get a good education. നല്ല ഡ്രസ് ഇല്ലാത്ത എത്ര പേരുണ്ടെന്ന് അറിയാം. So many who don't even have a good dress. നമ്മുടെ മക്കൾ ഭക്ഷണം കഴിഞ്ഞ് അത് ശേഷിപ്പിക്കുകയാണ്. വേസ്റ്റിംഗ് അവർ We are wasting the food. ഒരു സമയത്ത് ആഹാരമില്ലാതെ ഞങ്ങളുടെ കർണാടകത്തിലുള്ള എത്ര പേരുണ്ടെന്നറിയോ? There are many people in our village who don't even have enough food to eat. ആന്ധ്രയിൽ എത്ര പേരുണ്ടെന്നറിയോ? There are so many in Andhra Pradesh. സോ നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. We must pray for them. നമ്മുടെ കുഞ്ഞുങ്ങളുടെ മാരേജിന് വേണ്ടി പ്രാർത്ഥിക്കണം. Let's pray for their marriage. ഞങ്ങളുടെ ചർച്ചിൽ ഈയിടെ റീസെന്റ് ഒരു കുഞ്ഞിനെ സമർപ്പണത്തിന് വേണ്ടി കൊണ്ടുവന്നു. One child was brought for dedication in our church. അപ്പോൾ ഞാൻ അതിനെ കൈവച്ച് പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ആ പേരൻസിനോട് ടെസ്റ്റിമണി പറയാൻ പറഞ്ഞു.
So before I was praying for that child, I asked the parents to give a testimony. അപ്പോൾ ആ മോൾ എഴുന്നേറ്റ് നിന്ന് പറയാണ്. So the mother, she stood. അവളൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്, ബാംഗ്ലൂരിലാണുള്ളത്. She is a software engineer working in Bangalore. അപ്പോൾ അവൾ എഴുന്നേറ്റ് നിന്ന് സാക്ഷ്യം പറയാണ്. She is giving the testimony. ഞങ്ങൾക്ക് ഒരു കുഞ്ഞിനെ തരാൻ ദൈവത്തിനിടയായി. നോഹ എന്നാണ് കുഞ്ഞിന്റെ പേര്. That God has blessed us with a child. നോഹ എന്നാണ് ആ കുഞ്ഞിന്റെ പേര്. His name is Noah. അപ്പോൾ മോൾ പറയാണ്, And the mother says like this. സഭയായിട്ട് നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കണം. As a church, you must pray for us. അടുത്ത വാചകം വളരെ ചിന്തയിൽ എല്ലാവരെയും നോക്കിയിരിക്കുകയാണ്. And the next sentence she says, എൻ്റെ മകന് പഠിച്ച് മിടുക്കനായി നല്ലൊരു വിവാഹം കഴിക്കാൻ, നല്ലൊരു പെൺകുട്ടിയെ ലഭിക്കാൻ, നല്ലൊരു കുടുംബജീവിതം നയിക്കാൻ നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. you must pray that my son, he should get a good education and he must marry in a very good girl and that he might be blessed with a blessed family life. സമർപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്നിരിക്കുമ്പോൾ ഈ സാക്ഷ്യം കേട്ടപ്പം ഞങ്ങളുടെ കുറച്ച് അച്ഛൻ 2-3 വല്യപ്പച്ചന്മാരുണ്ട്, അവരെല്ലാം ഇങ്ങനെ നോക്കുകയാണ്. And some of the Apachanmar, they were listening to this request. എൻ്റെ മുഖത്തോട്ട് നോക്കി. And then they looked at me. പ്രാർത്ഥിക്കണോ കുഞ്ഞു മക്കൾക്ക് വേണ്ടി? Right now, should we pray for his marriage and family life? അവരുടെ നോട്ടം കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി സംഭവം. By looking at their face, I understood this. ഞാൻ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, ഞാൻ ഈ പ്രാർത്ഥിക്കുന്നതിന് മുമ്പേ എന്ന് പറഞ്ഞു. Before they prayed, I just went near and told. എത്ര നല്ല മാതൃകയാ കൊച്ചു പെണ്ണ് പറഞ്ഞേ. What a good example she has said right now. സമർപ്പിക്കാൻ 3 മാസം 4 മാസമുള്ള കുഞ്ഞിന് വേണ്ടി സമർപ്പിക്കാൻ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് സാക്ഷ്യത്തിനകത്ത് പറയാണ്, ഈ മോൻ നോഹ കല്യാണം കഴിച്ച് അവന് കല്യാണം കഴിക്കണം, നല്ല ഒരു പെൺകുട്ടിയെ ലഭിക്കണമെന്ന് അവൾ ഇപ്പോഴേ പ്രാർത്ഥിക്കുന്നു. എന്തോ ഒരു സ്പിരിച്വൽ കൺസെപ്റ്റ് ആണ് നോക്കുക. This child is just 3 months old and we are praying that he might, when he grows up, he might find a good suitable partner in his family life. നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണോ? Do we pray for the marriage of our children? Do you started praying for a marriage? Not yet. You have to start. You must start. You have to start. Don't forget, okay? ഈ ആളിനെ തന്നെ വേണമെന്ന് നീ പ്രാർത്ഥിക്കണ്ട. Don't pray for a specific person. ദൈവം ഏറ്റവും ബെസ്റ്റ് ആളിനെ തരണമെന്ന് പ്രാർത്ഥിക്കണം. Pray that God would give the best person. സൺഡേ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്നറിയോ? What are we to do on Sunday? ദൈവം ചെയ്ത എല്ലാ ഉപകാരങ്ങളും ഓർത്ത് സ്തോത്രം ചെയ്യുക. We must give thanks for every good thing God has done for us. എന്തെല്ലാം കാര്യങ്ങളാണ് ഒരാഴ്ച നമുക്ക് ദൈവം തന്നത് അല്ലേ? And what all things, how He has led us over the past week. നമുക്ക് ദൈവം തന്നതെല്ലാം നമ്മൾ എഴുതി വെക്കാൻ പറ്റുമോ? Can we write all the things that He has done? പറ്റുമോ? ഇല്ല. ഇന്ന് രാവിലെ നമ്മൾ പ്രാർത്ഥിച്ചില്ലേ? This morning also we prayed. നമ്മൾ യാചിക്കാത്ത എത്ര നന്മകളാണ് ദൈവം തരുന്നത് അല്ലേ? Even without asking, God is giving so many things to us. ഇന്ന് രാവിലെ ആരെങ്കിലും പ്രാർത്ഥിച്ചോ, കർത്താവേ ഇന്ന് ഓക്സിജൻ കറക്റ്റായിട്ട് വലിച്ചു വിടാനായിട്ട് കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിച്ചോ? Did any of us pray that God allow me to breathe properly this day? ആരെങ്കിലും പ്രാർത്ഥിച്ചോ? Did anybody pray like that? കർത്താവ് ഇന്ന് കഴിക്കുന്ന ആഹാരം പ്രോപ്പറായിട്ട് ഞങ്ങളുടെ ആമാശയത്തിലൊക്കെ പോയി നല്ല കറക്റ്റ് ഡൈജസ്റ്റ് ചെയ്ത് കറക്റ്റ് ഡെയിലി റൊട്ടീനായിട്ട് പോകാൻ വേണ്ടി കൃപ തരണേന്ന് പ്രാർത്ഥിച്ചോ? Did anybody pray that the food that we eat, let our bodies digest it and the functions happen? കടപ്പാടുള്ളതിലേക്കാട്ടിലും പ്രാർത്ഥിക്കാത്ത എത്ര നന്മകളാണ് ദൈവം നമുക്ക് തരുന്നത്. Even without praying specifically, how many things God is providing for us. അതുകൊണ്ടാണ് പാട്ടുകാരൻ എഴുതിയത്, യാചിക്കാത്ത നന്മകൾ പോലും ഏകിയോനെ സ്തുതി. That's why the songwriter says, even without asking, He has given us so many things. എത്ര നന്മകൾ ദൈവം നമുക്ക് തരുന്നു. How many good things God gives us. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. അത് നമ്മൾ പറയണം. We must say it. നമ്മുടെ ഉള്ളിൽ നിന്ന് പറയണം. അത് പുറത്താരും കേൾക്കാൻ വേണ്ടി പറയരുത്. Not to make other people listen, but from our inside we must say. നമ്മുടെ ഹൃദയത്തിൽ നിന്ന് നന്ദി നിറയുമ്പോൾ തീർച്ചയായും നമ്മൾ പറയും. When our hearts are filled with gratitude, definitely we will say it. നമുക്ക് ഒരാൾ ഒരു കുടിക്കാൻ ഒരു ഗ്ലാസ് വെള്ളം കൊണ്ട് തന്നു എന്നിരിക്കട്ടെ. If somebody gives us a glass of water, നമ്മൾ എന്ത് പറയും? what do we say? Thank you. Thank you. നമ്മൾ ഹോസ്പിറ്റലിൽ കിടക്കുന്നു. We are in a hospital. നമുക്ക് രക്തം തന്നു. Somebody donates blood to us. നമ്മൾ എന്ത് പറയും? What do we say? Thank you. Thank you. ആ വെള്ളം തന്ന സെയിം വാല്യൂ ആണോ നമ്മൾ താങ്ക് യുന് പറയുന്നത്? Is the thank you of the same value for the glass of water or a blood? No. It's not the same. ഒരു അപകടത്തിൽ നമ്മളെ രക്ഷിച്ചു,
ഒരുത്തൻ വന്ന് ഓടി വന്ന് നമ്മളെ പിടിച്ചു മാറ്റി ആക്സിഡന്റിൽ നിന്ന്, അവനോട് നമ്മൾ താങ്ക് യു പറയും. വെള്ളം തന്ന അതേ സെയിം വാല്യൂലാണോ അദ്ദേഹത്തോട് താങ്ക് യു പറയുന്നത്? If somebody saves us from an accident, saves our life, do we say thank you? Does that have the same value as the one thank you for the water? നോ. It's not the same. അങ്ങനെയാണെങ്കിൽ നമുക്ക് പകരമായി കാൽവരി ക്രൂശിൽ മരിച്ച യേശുവിനോട് നമ്മൾ നന്ദി പറയുന്നത് സെയിം വാല്യൂലാണോ? വെള്ളം തരുന്ന അതേ വാല്യൂലാണോ? When we say thank you to the Lord who gave his own life for us, when we say thank you, does that have the same value as thank you for a glass of water? നമ്മൾ താങ്ക് യു ദൈവത്തോട് പറയുന്നത് എങ്ങനെയാണ് നമ്മൾ തന്നെ ചിന്തിക്കുക. How are we saying thank you to God? നമ്മുടെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നാണെങ്കിൽ എത്ര നന്നായിരിക്കും എന്നറിയാം. If it is from the bottom of our heart, how would that thank you be? എല്ലാ സൺഡേയിലും നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ഫാമിലി പ്രയറിൽ താങ്ക്ഫുൾ ഡേ ആണ്. അന്ന് താങ്ക്സ് ആയിട്ട് മാത്രമാണ്. And we must, every Sunday, and not just Sunday, in our family prayer also, we must have gratitude. ഒരു മിനിറ്റ് കൂടെ എടുക്കുകയാണ്. കറക്റ്റ് 1 മണിയായി. 1 മിനിറ്റ് കൂടെ എടുത്തൊരു കാര്യം കൂടെ പറയും. I'll just remember one point. ഞങ്ങളെല്ലാ മൺഡേയിലും ഞങ്ങൾ വിളിക്കുന്നത് പ്രയർ ഡേ എന്ന് പറഞ്ഞാൽ പ്രയർ ഡേ ആണ് ഞങ്ങളുടെ. Every Monday we call it a prayer day. അന്ന് ഞങ്ങൾ വെളിയിൽ എങ്ങും പോവില്ല. That day we do not go outside anywhere. In the evening. എത്ര അർജന്റ് വിസിറ്റ് ഉണ്ടെങ്കിലും ഞങ്ങൾ അന്ന് പോകത്തില്ല. Even if it is very urgent, we do not go on Monday. ഞാനും എൻ്റെ ഭാര്യയും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന പ്രയർ ഡേ ആണെന്ന്. It is a day in which me and my wife, we sit together and pray. ഒരുപാട് ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഞങ്ങൾ മാത്രമുള്ളൊരു ദിവസമാണ്. And we pray for a lot of people on Monday. നമുക്ക് ചെയ്യാൻ പറ്റും. It is something it is possible to do. നമുക്ക് അടുത്ത സെഷനിൽ ബാക്കി കാര്യങ്ങൾ പഠിക്കാൻ ദൈവം നമ്മെ ധാരാളം അനുഗ്രഹിക്കട്ടെ. May God help us to study the further things in the next session. 1 മിനിറ്റ് കൂടുതലത്തിൽ ഐ എം റിയലി സോറി.